ശ്വാസാഭ്യാസപൂർവകമായ ഓംകാര ഉച്ചാരണം. ശ്വാസം ശരിക്കകത്തേക്ക് എടുത്തതിന് ശേഷം ഓംകാര രൂപത്തില് ഉച്ഛ്വാസം, ശ്വാസം പുറത്തേക്ക് വിടുക. ധ്യാനാത്മകമായ മനസ്സോടുകൂടി 3 വട്ടം ഓംകാരത്തിന്റെ ഉച്ചാരണം. മറ്റ് ചിന്തകളിൽ നിന്നും മനസ്സിനെ വ്യാവർത്തിപ്പിച്ച് മനസ്സിനെ നീക്കി മുഖ്യ വിഷയത്തിലേക്ക്, വിദ്യയുടെ പൊരുള് നമുക്ക് അറിവായി എപ്പോഴും ബുദ്ധിയിൽ ഉണർന്നിരിക്കുവാൻ പാകത്തിന് ആത്മാവിന്റെ വഴിയെ പ്രശസ്തമാക്കുവാനായി ഏറ്റവും പുരാതനമായ എന്നാൽ ഏറ്റവും നവീനമായ വിദ്യയുടെ പ്രാപ്തിക്കായി. सरस्वती वाजेभिर्वाजिनीवती यज्ञं वष्टु धिया वसु. കഴിഞ്ഞ ക്ലാസ്സിലെ ചർച്ച ആരെങ്കിലും ഒന്ന് ക്രോഡീകരിക്കൂ. കേൾക്കുന്നില്ലേ? ആരുമില്ലേ? പേരെടുത്ത് വിളിക്കണോ? ആഴ്ചയിൽ നമ്മൾ ഒരിക്കലല്ലേ ഒത്തുകൂടുന്നുള്ളൂ. അപ്പൊ മാത്രമല്ല ഓഡിയോയും ഉണ്ട്. അത് വെറുതെ ആയി പോകരുത്, നിങ്ങളുടെ ചിന്തയിലെത്തണം. അതുകൊണ്ട് വെറുതെ ക്ലാസ് എടുക്കുക എന്നുള്ളൊരു കാര്യം ആലോചിക്കണ്ട. അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പ് വരണം. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ എടുത്തത് പ്രയോഗ സമവേദ അർത്ഥസ്മാരകാമുദ്ര എന്നുള്ളതിനെ കുറിച്ച് വ്യാഖ്യാനിച്ചു. പ്രയോഗം 3 വിധത്തിലുണ്ട്. അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ഒരു സംശയത്തിന്റെ കാര്യം അവസാനം പറഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. അതായത് പോരടിച്ച് പോരടിച്ച്, അതായത് നിഷേധിച്ച്, അത് എനിക്ക് തോന്നുന്നത് സുജിത്തുണ്ടല്ലോ, സുജിത്താണോ ചോദിച്ചെന്ന് തോന്നുന്നു. പോരടിച്ച് അതിനെ നിഷേധിച്ച്, അത് ആയിരുന്നല്ലോ ആധുനിക സയൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ അങ്ങ് വിശദീകരിക്കുകയും ചെയ്തു. എനിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ സർവൈവൽ ഫോർ ദ ഫിറ്റസ്റ്റ് എന്നുള്ള ഇതുണ്ടല്ലോ, ആ രീതിയിൽ, അതായത് പോരടിച്ച് പ്രകൃതിയോട് മല്ലിട്ട് ആ രീതിയിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നോ ഉദ്ദേശിച്ചത്, അതോ പ്രകൃതിയെ ജയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നോ എന്നായിരുന്നു. ഏതായാലും ആ കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും പറഞ്ഞ് വച്ചിരുന്നു. അതായത് പൂർത്തി ആക്കിയിട്ടില്ല. ആ ഭാഗങ്ങളാണ് ഇനി എടുക്കാനുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പ്രകൃതിയെ ജയിക്കുക. പ്രകൃതിയെ ജയിക്കുക എന്നത് രണ്ടിടത്തും, നമ്മൾ പാശ്ചാത്യം എന്ന് പറയുന്ന ആ വാക്കുകളൊന്നും പൂർണ്ണമായി ഇന്നത്തെ അർത്ഥത്തിൽ ശരിയല്ല. എന്നാലും നമ്മുടെ സാധാരണ വ്യവഹാരത്തിൽ നമ്മൾ പാശ്ചാത്യം, വെസ്റ്റേൺ എന്ന് പറയുന്ന വിദൂര പടിഞ്ഞാറൻ ദേശങ്ങൾ, യൂറോപ്പ് ഉൾപ്പെടുന്നു, ആ ദേശങ്ങളിലുള്ള ഇന്ന് പ്രബലമായി സയൻസ് തുടങ്ങിയുള്ള പേരുകളിൽ അവര് അനുസന്ധാനം ചെയ്യുന്ന വിദ്യകളാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. അപ്പൊ അത് നമ്മുടെ ഇത്രയും ദീർഘമായ സംസ്കാരത്തെ, അതിദീർഘമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ദേശമെന്ന നിലയിൽ മറ്റാർക്കുമില്ലാത്ത ചില വൈഷമ്യങ്ങൾ നമുക്കത് ഉണ്ടാക്കുന്നുണ്ട്. സയൻസ് മറ്റ് സ്ഥലങ്ങളിൽ സയൻസ് തുടങ്ങിയുള്ള പാശ്ചാത്യ വിദ്യകൾ, ആധുനിക രൂപത്തിലുള്ള വിദ്യയുടെ ആധുനിക രൂപങ്ങളെന്ന് മാത്രം കണ്ടാൽ മതി. അറിവിന്റെ പുതിയ രൂപങ്ങൾ അല്ലെങ്കിൽ സമകാലിക രൂപങ്ങൾ. ഈ സമകാലിക രൂപങ്ങൾ അന്യ സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ അതിന് സ്വീകാര്യത കിട്ടുന്നുണ്ട്. നാം ഇതുവരെ 250 വർഷമായി ഇവിടെ പാശ്ചാത്യരുടെ ഭരണവും നടന്നു. ഇതിനൊക്കെ ശേഷവും ഇതുവരെയും നമ്മൾ അതിനെ സ്വീകരിച്ചിട്ടില്ല പൂർണ്ണമായ അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ജനത പൂർണ്ണമായി അതിനെ ഉൾക്കൊണ്ടിട്ടില്ല. അതുപോലെ തന്നെ അക്കാഡമിയിൽ മുതിർന്ന ആളുകൾ പൂർണ്ണമായിട്ട് അതിനെ സ്വീകരിച്ചിട്ടുമില്ല. സ്വീകരിച്ചിട്ടുള്ളവരുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചിട്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് വലിയൊരു തിരുത്ത് നമ്മൾ 2020 കൊണ്ടുവന്നത്, പുതിയ വിദ്യാഭ്യാസ നയം. അപ്പം NEP എന്ന് പറയുന്ന നൂതന വിദ്യാഭ്യാസ നയം വന്ന ശേഷം വീണ്ടും നമ്മളുടെ റൂട്ടിലേക്ക് ഇത്തരം വിഷയങ്ങളിൽ, ആധുനികമായി പ്രസക്തമായ വിഷയങ്ങൾ, സയൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ വിദ്യകൾ കൈകാര്യം ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പൂർവികത്തില്, പ്രാചീന ഭാരതത്തില്, നമ്മളുടെ പരമ്പരയിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇന്നും നമുക്ക് പരമ്പരാ പ്രമാണം എന്ന് പറയാൻ കഴിയുമോ? പരമ്പരയാണ് പ്രമാണം എന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ നല്ലതായിരുന്നു. അതിപ്പോഴും പറയാൻ കഴിയുമോ? കാരണം പല അംശങ്ങളിലും അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ചിന്തയാണ് ആധുനികർ പുലർത്തിക്കാണുന്നത്. ആ വിഷയങ്ങളിലാണ് നമ്മൾ വേദശാസ്ത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്ന സയൻസിൽ നിന്നും ഭിന്നമായ ഭാരതീയമായ ആഴങ്ങളുള്ള വിദ്യയുടെ കുറച്ചുകൂടി ദീർഘമായ അസ്തിത്വമുള്ള ശരി ഏതെന്നും നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ട. ശാസ്ത്രം എന്ന് ഞാൻ പറയുന്നത് വേദവുമായി ബന്ധപ്പെട്ട, വേദത്തിൽ ആധാരിതമായ വിദ്യക്കാണ്. സയൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ വിവരിക്കുന്ന സയന്റിഫിക് റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു 300, 200, 250 വർഷം കൊണ്ട് രൂപപ്പെട്ട, ഇന്ന് ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു നോളജ് സിസ്റ്റത്തിലാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതിന്റെ ആയുസ് തന്നെയാണ്. ഏതൊരു അറിവും ഏറെക്കാലം നിലനിന്ന് പഴകിയതിനു ശേഷമേ അതിന്റെ വ്യവഹാര മൂല്യം, അതിന്റെ ഫലപ്രാപ്തി നിർണ്ണയിക്കാനാവുകയുള്ളൂ. നമ്മൾ ഇപ്പൊ ഈ വിഷയം പഠിക്കുമ്പോൾ തന്നെ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പ്രാചീന ഭാരതത്തില് ഏതൊരു വിഷയവും, ഒരു വിദ്യയായി, അറിവായി അവതരിപ്പിക്കണമെങ്കിൽ തന്നെ അതിനൊരു മാനകത്വം, ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ അതിന്റെ ഫലശ്രുതി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഫലശ്രുതി. ഇത് പഠിച്ചാൽ ഇന്നതാണ് ഗുണം എന്നാദ്യം തന്നെ പറയണം. അത് പറഞ്ഞില്ല എങ്കിൽ അതിന് ശാസ്ത്രത്വം കൈവരില്ല. അപ്പൊ ഇത് പഠിച്ചാൽ ഇന്നതൊക്കെയാണ് ഗുണം എന്ന് ആദ്യമേ പറയണം. ഇന്ന് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സയൻസിന്റെയും വിഷയം. സയൻസിന് കുറച്ചു മുമ്പ് വരെ സയൻസിന്റെ പരമ്പരാഗത രീതികൾക്ക്, സയൻസും കുറച്ചു കാലമായല്ലോ, 250 വർഷമായി. അപ്പൊ അതിനും ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു നോളജ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തില് ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആ വ്യവഹാരങ്ങൾ, അതിന് അക്കാഡമിയിൽ പ്രസക്തി നഷ്ടപ്പെട്ടു വരുന്നു. കുറച്ചു കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ അത്തരം ട്രഡീഷണൽ വിഷയങ്ങൾ പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഞാൻ അക്കാഡമിക് രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് അതിനെപ്പറ്റി ബോധ്യമുണ്ട്. പകരം പുതിയ പ്രയോഗവിദ്യകൾ, അതിന്റെ അനുബന്ധ പ്രയോഗവിദ്യകൾ കുറച്ചുകൂടി എളുപ്പം വ്യവഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ഭാഗമായിട്ടുള്ള, ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ നോളജ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു. അതിനുവേണ്ടിയാണ് കൂടുതൽ കുട്ടികൾ ഈ വിഷയങ്ങൾ എടുക്കുക. അപ്പൊ സയൻസ് ആ സിറ്റീസ് ഇന്ന് പലരും സ്വീകരിക്കുന്നില്ല എന്നതിന്റെ കൂടിയൊരു പ്രമാണമാണ് വർത്തമാനകാല സ്ഥിതി. സയൻസിനെ അതിന്റെ പരമ്പരാഗത രീതിയിൽ ആളുകൾക്ക് വേണ്ടാതായിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി കുറഞ്ഞു വരുന്നു.
കുറഞ്ഞ പക്ഷം പ്രയോഗത്തിലെങ്കിലും പ്രസക്തി കുറഞ്ഞു വരും. അത്ര നല്ല കാര്യമല്ല. കാരണം ഫിസിക്സ് തുടങ്ങിയുള്ള വിഷയങ്ങൾക്ക് അതിൻ്റെതായ പ്രയോജനമുണ്ട്. അത് നമ്മുടെ വലിയൊരു ഈടുവയ്പ്പാണ്, നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ പഠനത്തെ സംബന്ധിച്ച്. അപ്പൊ അത് ഇന്ന് ഗവേഷണത്തിന്റെയും ഉപരിപഠനത്തിന്റെയും മാത്രം വിഷയമായിട്ട് ചുരുങ്ങുകയും സാമാന്യ ജനതയിൽ നിന്ന് ആ വിഷയങ്ങളുടെ പഠനം അകന്നു പോവുകയും ചെയ്യുന്നു. നമ്മളിൽ പലരും ഒരു 35 മേലെ 40 മേലെ എത്തിയ ആളുകളുടെയൊക്കെ ഓർമ്മയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയുള്ള അനവധി സംഘടനകൾ ഉണ്ടായിരുന്നു. അവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നാണ് അർത്ഥം. നമ്മൾ പറയുന്ന വേദശാസ്ത്രം എന്നല്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയുള്ള പല സാംസ്കാരിക സംഘടനകൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവര് ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. സയൻസ് ആ സിറ്റീസ് അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു പല രൂപത്തില്. അതിന്റെയൊക്കെ സദ്ഫലങ്ങൾ നേടിയ ആളുകളിൽ പെടുന്നവരാണ് നമ്മളിൽ പലരും. നമുക്ക് അത്യാവശ്യം ഫിസിക്സ് എന്താണ്, കെമിസ്ട്രി എന്താണ്, ബയോളജി എന്താണെന്ന് ധാരണയുണ്ട്, സാമാന്യ ധാരണയുണ്ട്. പക്ഷെ ഇന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പലർക്കും അത്തരത്തിലുള്ള ഒരു ഈ നോളജ് സിസ്റ്റം എന്ന നിലയിൽ അവർ അത്ര കണ്ട് അതിനെ തിരിച്ചറിയുന്നില്ല. അവരതിന്റെ പ്രായോഗിക വശങ്ങൾ മാത്രം അങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്നതല്ലാതെ തിയററ്റിക്കലി അതിനെ ഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ അവതരിപ്പിക്കുന്ന വിഷയവും വേദവും ശാസ്ത്രവും അല്ലെങ്കിൽ വേദവും സയൻസും എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്നത്തെ കുട്ടികളുടെ അഭിരുചിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എത്തിയേ പറ്റുള്ളൂ. കാരണം ഹയർ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നിടത്ത് വൈദികരെ സംബന്ധിച്ച് കർമ്മകാന്ഡം പ്രധാനപ്പെട്ടതാണ്. കർമ്മകാന്ഡത്തിന് ശേഷമേ നമ്മൾ ബ്രഹ്മകാന്ഡത്തെ അല്ലെങ്കിൽ ജ്ഞാനകാന്ഡത്തെ സ്വീകരിക്കുന്നുള്ളൂ. അഥവാ ജ്ഞാനകാന്ഡം കർമ്മകാന്ഡം കൂടി ചേർന്നതാണ്. മീമാംസ എന്നാണല്ലോ നമ്മളുടെ ഈ വേദവിചാരത്തിന് പറയുന്നത്. വേദവാക്യങ്ങളുടെ വിചാരത്തിന് മീമാംസ എന്നാണ് പറയുന്നത്. അതിന് പൂർവ്വ മധ്യ ഉത്തരഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പൂർവ്വ ഉത്തരഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ മീമാംസയെന്നും വേദാന്തമെന്നും അറിയുന്ന. അതിനിടയ്ക്ക് ദേവതകാന്ഡം കൂടിയുണ്ട്. 20 അധ്യായമുള്ളതാണ് ഈ മീമാംസാ ശാസ്ത്രം. അതിൽ ആദ്യത്തെ 12 അധ്യായങ്ങള് ഋഷി ജൈമിനിയുടെ പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷമുള്ളത് കാശക്ലിഷ്ണൻ, ഭരദ്വാജൻ ഇങ്ങനെയുള്ള ഋഷികളുടെ പേരിലാണ് അടുത്ത 4 അധ്യായങ്ങൾ അറിയപ്പെടുന്നത്. അതിനുശേഷമുള്ള ഒടുവിലത്തെ 17, 18, 19, 20 അധ്യായങ്ങളാണ് ബ്രഹ്മസൂത്രങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ രൂപത്തിലല്ല ഇന്ന് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. ഇപ്പം ശങ്കരാചാര്യരുടെയും മറ്റും പേരിലുള്ള ബ്രഹ്മസൂത്രങ്ങൾ എടുത്തു നോക്കിയാൽ അത് സ്വതന്ത്രമായിട്ട് 1, 2, 3, 4 അധ്യായങ്ങളാണ്. ജൈമിനിയുടെ പൂർവമീമാംസ അതിന്റെ സൂത്ര രൂപത്തിൽ മൂലരൂപത്തിൽ തന്നെ നോക്കുമ്പോൾ 12 അധ്യായം കൊണ്ട് തീരുകയാണ്. പക്ഷെ നമുക്ക് പരമ്പരയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമ്പര പ്രമാണമാകുന്നത് എന്ത് എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് 20 അധ്യായാത്മകമിതം മീമാംസാശാസ്ത്രം. 20 അധ്യായാത്മകം 20 അധ്യായമുള്ളതാണ് ഈ മീമാംസാശാസ്ത്രം. അപ്പം വേദവിചാരം എന്ന് പറയുന്ന സംഗതി 20 അധ്യായങ്ങളിലാണ് പൂർവികര് ചിട്ടപ്പെടുത്തിയിരുന്നത്. അപ്പൊ അതിന്റെ ഒരു പഠന പരമ്പര ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് അധ്യായ വിഭജനമൊക്കെ ചെയ്തു തന്നെയാണ് പോകുന്നത്. അതിൽ മധ്യമീമാംസ എന്ന് പറയുന്നത് എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ നമുക്ക് സംശയം വരുന്ന കാര്യം പ്രകൃതിയോട് ചേർന്നുള്ള സമീപനം എങ്ങനെയാണ് ഈ രണ്ടിടത്തും. അത് അവ്യക്തമാണ്. കാരണം നമുക്ക് ഇന്നിപ്പോ പ്രബലമായിട്ടുള്ളത് ഈ മീമാംസാ ശാസ്ത്രം. ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രകൃതിയെ സംബന്ധിച്ചുള്ള നമ്മളുടെ ചർച്ച അവ്യക്തമായി തുടരുന്നതിന് കാരണം, അഥവാ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രവിധി, ഒരു നോളജ് സിസ്റ്റം, ഒരു അറിവിന്റെ സംവിധാനം ഇന്ന് നമ്മൾക്ക് നമ്മുടെ പരമ്പര തരാത്ത പലതും തരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയതൊക്കെ അതുകൊണ്ട്. സയൻസ് വേണം, സയൻസ് ഒഴിവാക്കിക്കൊണ്ട് ചിന്തിക്കരുത്, പരമ്പര പ്രമാണം ആയിക്കൊള്ളട്ടെ, എന്നാലും സയൻസ് കൂടി ചേരണം, സയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കാര്യം വേണ്ട. അഥവാ വേദവിദ്യയെയും സയൻസിന്റെ നിലവാരത്തില് നോക്കിക്കാണണം എന്നും മറ്റും ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചിന്തയാണ്. അപ്പൊ സയൻസിന്റേതായിട്ടുള്ള ഒരു പദ്ധതിയിൽ, അതായത് ക്രമീകൃതമായ ഒരു വിജ്ഞാന പദ്ധതിയിൽ വേദാദികളെ അവതരിപ്പിച്ചില്ല എങ്കിൽ, യുക്തിയുക്തമായി അവതരിപ്പിച്ചില്ല എങ്കിൽ, ഒരു ശാസ്ത്രീയത എന്ന് നമ്മൾ പറയുന്നത് സയന്റിഫിക് നേച്ചറിനാണ്, അല്ലെങ്കിൽ വൈദിക സ്വഭാവത്തിൽ. നേരത്തെ പറഞ്ഞ പോലെ ചതുർവ്യൂഹം എന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തിയിരുന്നല്ലോ. ചതുർവ്യൂഹ പദ്ധതിയിൽ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നതിനല്ല നമ്മൾ ശാസ്ത്രീയം എന്ന് പറയാറുള്ളത്, മറിച്ച് സയന്റിഫിക് എന്ന് പറയുന്ന ആധുനിക സയൻസിന്റെ രീതിയിൽ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിനാണ്. അപ്പൊ ആളുകൾക്ക് അതിനോട് അഭിരുചി ഉണ്ടെന്നർത്ഥം. അതിന് കാരണം പ്രകൃതി പഠനം ഏതാണ്ട് ദുർബലമായി തീർന്നു ഏറെക്കാലമായിട്ട്. പരമ്പരയിൽ അത് സജീവമായിരുന്നില്ല.
അതിന്റെ പ്രധാനപ്പെട്ട ഉപദർശനങ്ങളിൽ ഒരു തെളിവുകളിൽ ഒന്നാണ് നമുക്ക് 20 അധ്യായമുണ്ട് വേദാർത്ഥ വിചാരം ചെയ്യുന്ന ശാസ്ത്രം. നിങ്ങൾക്കറിയാമല്ലോ, ആറ് ദർശനങ്ങളുണ്ട്. അതില് തുടക്കത്തിലോ ഒടുക്കത്തിലോ നിൽക്കുന്നതാണ് മീമാംസകൾ. പൂർവ്വമീമാംസ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗേറ്റ് വേ ആണ്. ഒടുവിൽ ഈ നിർണയമെല്ലാം കഴിഞ്ഞെത്തുന്നത് വേദാന്തത്തിലാണ്. അതിനാണ് ഉത്തരമീമാംസ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് സഞ്ചാര പഥങ്ങളുണ്ട്. 6 പ്രമുഖമായിട്ടുള്ളത്. അപ്പൊ അതില് പൂർവ്വമീമാംസയിലൂടെ ഉത്തരമീമാംസയിൽ എത്തുന്നതിനിടയിൽ മധ്യമീമാംസ എന്ന് പറയുന്ന ഒരു വലിയ ഭാഗമുണ്ട്. അത് ദേവതാ വിചാരമാണ്. ദേവതാകാന്ഡം എന്ന് കൂടി പറയും. അപ്പൊ ആദ്യത്തേത് കർമ്മകാന്ഡം, രണ്ടാമത്തേത് ദേവതാകാന്ഡം, ഒടുവിലത്തത് ജ്ഞാനകാന്ഡം എന്നിങ്ങനെ 3 കാണ്ഡങ്ങളായിട്ടാണ് അവിടെ ദർശനത്തിന്റെ വിശേഷം വേദത്തിന്റെ ചിന്തയെ അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുവാനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനം, പഠന സംവിധാനം. അതാണ് മീമാംസ. പൂജിത വിചാര എന്നാണ് അതിന്റെ പരമ്പരയിലെ അർത്ഥം. എന്നുവെച്ചാൽ വിചാരത്തെ ഏറ്റവും നന്നായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് അവതരിപ്പിക്കുന്നു. അങ്ങനെ ചിന്തയെ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ പേര് തന്നെയാണ് സത്യത്തിൽ സയൻസ് എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് നോളജ് സിസ്റ്റത്തെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിവിടെ നമുക്ക് ഇല്ലാത്തതല്ല. ആ ചിന്തയും ആ ആവശ്യവും നമുക്കിവിടെ ഇല്ലാത്തതല്ല. അഥവാ ആ ആവശ്യം നിർവഹിക്കുന്ന സംവിധാനം ഇവിടെ ഇല്ലാത്തതല്ല. പക്ഷെ എവിടെയോ നന്നായിട്ട് പരമ്പരാ വിച്ഛേദം വന്നുപോയി. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു എന്ന് പറയുന്ന ആ മട്ടില് എല്ലാ സമസ്യകളെയും വേദാന്തം കൊണ്ട് പരിഹരിക്കാമെന്ന് വിചാരിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. കേരളത്തിൽ വിശേഷിച്ചും വേദാന്തമേ ദർശനമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. ബാക്കി ഒരു ദർശനവും ഇവിടെ കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. ഇനി വേദാന്തത്തിലേക്ക് പോകുമ്പോഴോ, വേദാന്തത്തിന്റെ ബ്രഹ്മസൂത്രങ്ങൾ മൂലരൂപത്തിൽ അപൂർവം പേരെ പഠിക്കുന്നുള്ളൂ. അപൂർവം ഇടങ്ങളിലെ പഠിപ്പിക്കുന്നുള്ളൂ വേദാന്ത ദർശനം. അതിൽ തന്നെ ശാങ്കരഭാഷ്യമാണ് കൂടുതൽ ഉപയോഗിച്ച് കാണാറുള്ളത്. ശാങ്കരഭാഷ്യം ക്രമബദ്ധമായിട്ട് പഠിക്കുന്നതിന് പകരം പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന വേദാന്തസാരം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളാണ് കുട്ടികൾ പഠിക്കുകയും മുതിർന്നവർ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അപൂർവം പേരെ ഈ ഭാഷ്യാദികളിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പൊ വേദാന്തമാണ് പരമപ്രമാണം എന്ന് പറയുമ്പോഴും അതിന്റെ ഏറ്റവും പുതിയ ടെക്സ്റ്റുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പരമ്പരാ പ്രമാണം എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഈ സമസ്യകളെ നേരിടാനാവുക? പരമ്പരയുടെ പ്രകരണ ഗ്രന്ഥങ്ങളെ, അതായത് പ്രകടനം വെച്ചാൽ പ്രൈമേഴ്സ്, സംസ്കൃത പ്രൈമർ, സംസ്കൃതം പഠിക്കാൻ വേണ്ടി 30 ദിവസം കൊണ്ട് സംസ്കൃതം, 60 ദിവസം കൊണ്ട് സംസ്കൃതം എന്നൊക്കെ പറഞ്ഞ പോലെ ലഘു പാഠപുസ്തകങ്ങൾ, അല്ലെ പുസ്തികകളാണ് ഈ പറയുന്ന വേദാന്ത സാരമാകട്ടെ, വേദാന്ത പരിഭാഷയാകട്ടെ, അത്തരം ഗ്രന്ഥങ്ങളൊക്കെ. അപ്പം മുഖ്യ ഗ്രന്ഥങ്ങളിലേക്ക്, അല്ലെ മൂലഗ്രന്ഥങ്ങളിലേക്ക് അവിടെയും നമ്മളുടെ ദൃഷ്ടി പോകുന്നില്ല. ആകെ പഠിക്കുന്ന വേദാന്തത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ വേദത്തിന്റെ നിർണയം, അന്തർനിർണയ, ഒടുവിൽ എന്നുള്ള അർത്ഥമല്ല. ഒടുവിൽ നിന്ന് പലരും അർത്ഥം പറയാറുണ്ട്. അതിന്റെ ശരിയായ അർത്ഥം വേദസ്യ അന്ത, വേദചിന്തയുടെ നിർണയ ഭാഗം, അന്തർനിർണയ. സിദ്ധ അന്ത ഒക്കെ ഉള്ളിടത്തെല്ലാം വരുന്ന അതാണ്. അപ്പോൾ ഈ അന്തം അഥവാ നിർണയം എന്താണോ ഋഷികള്, പൂർവികര്, നമ്മളുടെ പരമ്പര എന്താണോ നിർണയമായിട്ട്, നേരത്തെ പറഞ്ഞല്ലോ, പ്രതിപക്ഷാഭ്യാം വിമർശ്യ തത്വസ്യ അവധാരണം നിർണയ. കാതലായതിനെ, സാരത്തെ, കാമ്പിനെ അറിയേണ്ടതിനെ നമുക്ക് ഇനിയും ഉള്ള യാത്രയ്ക്ക്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക്, ലക്ഷ്യ ഉന്മുഖമായ മാർഗത്തിലൂടെ കടന്നു പോകുന്നതിന് വ്യക്തമായി നമ്മൾ കൊണ്ടുപോകേണ്ട പാഥേയം, പൊതിച്ചോറ്, അതാണ് ഈ നിർണയം എന്ന് പറയുന്നത്. തർക്കനിർണയാഭ്യാം ലോകയാത്ര പ്രവർത്തതേ. മറക്കരുത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തർക്കിച്ചു പഠിക്കേണ്ടത്? തർക്കാദികളിലൂടെ പല പക്ഷങ്ങളെ വിവേചനം ചെയ്ത് ഒക്കെ പോകേണ്ടത്. ആ വിഷയത്തെ സംബന്ധിച്ച് ന്യായദർശനത്തില് ഭാഷ്യകാരൻ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഇത് മനസ്സിൽ കുറിച്ചിടണം. സാധകര് പലരും വിചാരിക്കും, ഞങ്ങൾക്ക് തർക്കമൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ശ്രുതി ബോധം മതി, മന്ത്രം കിട്ടിയാൽ മതി, ഉപദേശം കിട്ടിയാൽ മതി. എത്ര ഉപദേശം കിട്ടിയാലും തർക്കനിർണയങ്ങളില്ലാതെ ലോകയാത്ര സാധിക്കില്ല. കാരണം അവിടെ തന്നെയും വേദാന്തത്തിൽ പറയാറുണ്ടല്ലോ, അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയുള്ള മഹാവാക്യങ്ങളുടെ ഉപദേശം ഗുരുമുഖത്തു നിന്ന് കിട്ടുന്നു, ലഭിക്കുന്നു, നേടുന്നു. ശേഷം ഞാൻ ബ്രഹ്മലീനനാകുന്നു, സമാധിയെ പ്രാപിക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ആചാര വഴി. അതിൽ ശരിയോ തെറ്റോ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രവണം, അതിനുശേഷം മനനം, പിന്നെ നിധ്യാസനം, പിന്നെ ദർശനം. ഇതാണ് വേദാന്തത്തിൽ ഉപദേശിക്കുന്ന ക്രമം, വേദാന്ത ശാസ്ത്രത്തിൽ ഉപദേശിക്കുന്ന ക്രമം. അതെത്ര കണ്ട് നമ്മൾ പിൻപറ്റുന്നുണ്ട്. അപ്പം സന്യസ്തരായ ആളുകൾക്കിടയിലും
സമൂഹത്തെ ആധ്യാത്മികമായി നയിക്കേണ്ടത് സന്യാസിമാരാണ്. സന്യസ്തരായ ആളുകൾക്കിടയിലും ആ വിഷയത്തിൽ വലിയ കാലുഷ്യമുണ്ട്. ഏറെ സന്യാസി പരമ്പരകളും എണ്ണത്തിൽ സന്യാസികളും അധികമുണ്ടെങ്കിലും അസംഖ്യമുണ്ടെങ്കിലും നമുക്ക് ഒരു ഉത്തരവാദിത്വ സമൂഹം എന്ന നിലയിൽ, അല്ലെങ്കിൽ വികസിത ജ്ഞാന സമൂഹം എന്ന നിലയിൽ, നോളജ് സൊസൈറ്റി എന്ന നിലയിൽ സനാതന ധർമ്മത്തിന്റെ ശരിയായ വഴിയെ കാണിച്ചു കൊടുക്കുവാനും അതിന്റെ ലക്ഷ്യത്തെ പ്രകാശിപ്പിക്കുവാനും എത്ര കണ്ട് കഴിയുന്നുണ്ട്. നമ്മളൊക്കെ പേരിന് സനാതന ധർമ്മികളാണ്, ആസ്തികരാണ്. പക്ഷെ ആസ്തികത എന്ന് വെച്ചാൽ ഉണ്ട് എന്ന വിശ്വാസം. എന്തുണ്ടെന്നുള്ള വിശ്വാസം? ഈശ്വരനുണ്ട് എന്ന വിശ്വാസം, ആത്മാവുണ്ട് എന്ന വിശ്വാസം, ഒപ്പം പ്രകൃതിയും ഉണ്ട് എന്ന വിശ്വാസം. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അപ്പൊ നമുക്ക് പ്രകൃതി പഠനം ഇല്ലാത്തതുകൊണ്ട്, വേണ്ട വിധത്തിലുള്ള പ്രകൃതി പഠനം ഇല്ലാത്തതുകൊണ്ട് പ്രകൃതിയെ നിരാകരിക്കുന്ന പല വഴികളിലൊന്നാണ്, അതും വിശേഷം സാധകനോട് പറയുന്നതാണ്, ദുഃഖത്തിന്റെ പ്രത്യേക നിമിത്തങ്ങളെയൊക്കെ വിവേചനം ചെയ്യുമ്പോൾ പ്രകൃതി ദുഃഖത്തിന് കാരണമാകുന്നുണ്ട്. ആത്മാവെന്ന നിലയിൽ ആത്മാവും പ്രകൃതിയും രണ്ടായതുകൊണ്ട് പ്രകൃതിയെ കളഞ്ഞേക്കും. അതെവിടെയാണ്? സാധകൻ ഉത്തമ നിലയിൽ എത്തിക്കഴിയുമ്പോഴാണ് അത്തരം ഉപദേശങ്ങൾ, മായാവാദം എന്ന് പറയുന്ന ആ സരണി. ഈ മായാവാദ സരണി നമ്മളുടെ എല്ലാ ചിന്തകളെയും ബാധിച്ചിരിക്കും. ക്ഷേത്രാചാരങ്ങളിൽ വരെയും ഈ മായാവാദ സരണി കടന്നുകൂടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ആദ്യം ചെയ്യുന്ന എന്താണ്? പ്രകൃതിയുടെ നിഷേധമാണ്. പ്രകൃതി ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പ്രകൃതി അസത്താണ്. പ്രകൃതിയെ കൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ പ്രകൃതിയെ താണ്ടുക എന്നാൽ പ്രകൃതിയെ നിഷേധിക്കുക, പ്രകൃതിയുടെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുക എന്നതിലേക്ക് പോകുന്നു മായാവാദം. അപ്പൊ അത് കേരളത്തിൽ വിശേഷിച്ചും വളരെ പ്രബലമാണ്. ശങ്കരന്റെ പേരിൽ അറിയപ്പെടുന്നതുകൊണ്ട്, ശങ്കരന്റെ പരമ്പരയുമായി ബന്ധപ്പെടുത്തി അതിനെ ചിത്രീകരിച്ചിരിക്കുന്നതുകൊണ്ട്, ശങ്കരനും ആദിശങ്കരനും ശങ്കരാചാര്യനും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പരമ്പരയും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്നുള്ളത് വേറെ വിഷയം. അതൊക്കെ ഒരുപാട് നമുക്ക് ഗവേഷണം ചെയ്തു പോകേണ്ട, അല്ലെങ്കിൽ പറയേണ്ട, അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ആസ്തികർ എന്ന നിലയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് പ്രകൃതിയെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മ, പ്രകൃതിയെ നിഷേധിക്കുന്നത് വരെ പോകുന്ന ബോധമില്ലായ്മ. പ്രകൃതിയെ ഇല്ല, പ്രകൃതി ശൂന്യമാണ്, കാമ്പുള്ളതൊന്നുമില്ല എന്ന് വളരെ തഞ്ചത്തിന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വേദാന്തത്തിന്റെ രൂപത്തിലല്ല, ഭാഗവത സപ്താഹങ്ങളും എല്ലായിടത്തും ഇത് കാണാൻ കഴിയും. പ്രകൃതിയില്ല, പ്രകൃതി അസത്താണ്, അതിനപ്പുറത്തേക്ക് മറ്റെന്തോ ഇരിക്കുന്നു, അതാണ് നേടേണ്ടത് എന്ന മട്ടില് നമ്മളുടെ കർമ്മഭൂമിയെ നിഷേധിക്കുകയാണ്. പ്രകൃതിയെ നിഷേധിക്കുക എന്ന് വെച്ചാൽ കർമ്മഭൂമിയെയും, അത് നമ്മുടെ അധികരണം. എവിടെയാണ് ആധാരവും അധികരണം? ജീവിതത്തിന്റെ അധികരണത്തെ, അധിത്യകയെ നിഷേധിക്കുന്നു, ഒപ്പം പ്രധാനപ്പെട്ട സാധനത്തെയും നിഷേധിക്കുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു മനസ്സ്, വാക്ക്, ശരീരം എന്ന നിലയിൽ നമ്മളുടെ 3 കർമ്മസാധനങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെ നയിക്കുന്ന ശാസ്ത്രം ആദ്യം തന്നെ നമുക്കുണ്ടാവണം. ചതുർവ്യൂഹം എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ യോഗശാസ്ത്രം, വ്യാകരണശാസ്ത്രം, ആയുർവേദം, അഥവാ ക്രമത്തിൽ പറഞ്ഞാൽ ആയുർവേദം, വ്യാകരണം, യോഗം, ഈ 3 വിഷയങ്ങളിലും സാമാന്യമായ ബോധം ഉണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് വേദാന്തവും മനസ്സിലാവില്ല, മീമാംസയും മനസ്സിലാവില്ല. കാരണം കർമ്മസാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുകയാണല്ലോ. ഈ മാർഗം, ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞല്ലോ, അതിനാകെയുള്ള സാധനം എന്ന് പറയുന്നത് നല്ല ശരീരം, നല്ല വാക്ക്, നല്ല മനസ്സ്. അത് ബാധയില്ലാത്തതാവണം. അതിന്റെ ബാധകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിവതും അത് ഒഴിപ്പിക്കാൻ നോക്കണം. ഒഴിയുന്നില്ലയോ, കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നീങ്ങുവാനാവണം. അപ്പൊ അത്തരം വിഷയങ്ങള് നമുക്ക് ഇന്ന് വേണ്ട വിധത്തിൽ മുന്നോട്ട് വെക്കാൻ, ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ ആവുന്നില്ല എന്നിടത്താണ് പരമ്പര സംശയത്തിലാവുന്നത്. പരമ്പരയെ ആളുകൾ നിഷേധിക്കും, നമ്മളുടെ കുട്ടികൾ ഉൾപ്പെടെ നിഷേധിച്ചു പോകുന്നത്. അപ്പൊ പരമ്പരാ പ്രമാണം എന്നത് സംശയമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ആചാര്യശങ്കരൻ തന്നെ പറയുന്നുണ്ട്, ആ സമ്പ്രദായവിത് സർവശാസ്ത്രവിദപി മൂർഖവദേവ ഉപേക്ഷണീയ. അസന്ദിഗ്ധമായിട്ട് പറയുക, അനവധി നിരവധി വിദ്യകൾ കയ്യിലുണ്ട്, ഒരുപാട് ശാസ്ത്രങ്ങളും ഒക്കെ അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷെ പരമ്പര അറിയുന്നവനല്ല എങ്കിൽ, സമ്പ്രദായത്തെ, നേരത്തെ പറഞ്ഞ പൂർവികര് വ്യവസ്ഥാപിതമാക്കി നിർണയിച്ചു നൽകിയിരിക്കുന്ന ശരിയായ പഥത്തെ, പോകേണ്ട വഴിയെ, സമ്പ്രദായത്തെ അറിയാത്തവനാണ് എങ്കിൽ മൂർഖവദേവ ഉപേക്ഷണീയ, അവനെ മൂർഖനായിട്ട് കണ്ടുകൊണ്ട്, മൂഢനായിട്ട്, മണ്ടനായിട്ട് കണ്ടുകൊണ്ട് കളഞ്ഞുകൊള്ളണം, തള്ളിക്കളഞ്ഞുകൊള്ളണം. പക്ഷെ അത്തരമൊരു വിവേകം നമുക്കില്ല. നമുക്കിന്ന് എല്ലാവരും ആചാര്യന്മാരാകുന്ന അവസ്ഥയാണ്. ആർക്ക് വേണമെങ്കിലും ആചാര്യ പദവിയിലേക്ക് എത്താം. അതൊക്കെ വെറും ഒരു നാമമാത്രമായിട്ട്, നോമിനൽ സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് കാരണം ഇതാണ്. പരമ്പരാ പ്രമാണം എന്ന് പറയുമ്പോഴും ഏതാണ് പരമ്പര? വേദാന്തത്തിന്റെ കാര്യത്തിൽ പോലും ഇതാണ് അവസ്ഥ. ഇത് പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ട ദർശനങ്ങളിൽ നിർണയ പദവിയുണ്ട്. അന്ത വേദസ്യ അന്ത നിർണയം.
ആ പദവിയിലുള്ള വേദാന്തത്തിന്റെ അനുശീലനം ഇവിടെ നടക്കുന്നത് ഒരു സമ്പ്രദായത്തിൽ പോലും ഭാഗ്യമാണ്. അപൂർവമായിട്ട് വല്ല മഠങ്ങളിലും വരെ നടന്നാലായി, അതും കേരളത്തിൽ അതിന്റെ ലാഞ്ചനയൊന്നും കാണുന്നില്ല. കേരളമാണ് ഈ മീമാംസയും വേദാന്തത്തെയും ഒക്കെ ഏറ്റവും ഉന്നത നിലയിൽ എത്തിച്ച ആചാര്യന്മാരുടെ വാസസ്ഥാനമായിരുന്നത്. ആചാര്യ ഗുരു പ്രഭാകരൻ, അതുപോലെ ആചാര്യ ശങ്കരൻ, ഇവരെല്ലാം കേരളീയരാണ്. പക്ഷെ ഇവരൊക്കെ ജനിച്ച, ഇവരുടെ കാലടികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. കാലടി ഉണ്ട് ശങ്കരന്റെ, പാതകങ്ങൾ പൂജിച്ചിരുന്നു പ്രഭാകര ഗുരുവിന്റെ. ഗ്രാമാന്തരങ്ങളിൽ ഇവയുടെ ചർച്ച നടന്നിരുന്നു. ഗ്രാമാന്തരങ്ങളിൽ നിങ്ങളൊക്കെ അവിടെ ചുറ്റുപാടുമുള്ള നിങ്ങളൊക്കെ ഓരോരുത്തരും കേരളത്തിലെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിന്നായിരിക്കുമല്ലോ നിങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പം ഇവിടങ്ങളിലുള്ള ഗ്രാമവ്യവസ്ഥ പഠിക്കുമ്പോൾ അറിയാം, അവിടുത്തെ പഴയ വിദ്യാസ്ഥാനങ്ങളിൽ ശാലകളോ അല്ലെങ്കിൽ പാഠശാലകളോ ഒക്കെ ഉണ്ടായിരുന്നു, ഗുരുകുലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ആചാര്യന്മാര് പ്രത്യേക സ്ഥാനങ്ങളിൽ വേദാന്തം, വ്യാകരണം, മീമാംസ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരുന്നു. അതില് കുറച്ച് സ്ഥാനങ്ങൾ വേദാന്തത്തിന് കൊടുത്തിട്ടുണ്ട്. വ്യാകരണത്തിനും മീമാംസയ്ക്കും കൂടുതൽ സ്ഥാനം കൊടുത്തിരുന്നു. കാരണം എന്താണ്? ആയുർവേദം ഒരു പ്രാക്ടീസ് എന്ന നിലയിൽ അവിടെ ഉണ്ട്. യോഗശാസ്ത്രം എന്താണ്? നിത്യവും യോഗ അനുശീലനം ചെയ്തുകൊണ്ട് മാത്രമേ ശാസ്ത്ര പഠനം ചെയ്യാനാവുകയുള്ളൂ. അപ്പൊ പതഞ്ജലിയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പതഞ്ജലിയുടെ പ്രാധാന്യവും പറഞ്ഞല്ലോ. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോ പാകരോത്തം പ്രപരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലി അനതോസ്മി. അപ്പൊ ഈ വിദ്യകള് മൗലിക വിദ്യകളാണ്. ചിത്തശോധനം നടത്താതെ, ചിത്തശുദ്ധി വരാതെ ജ്ഞാനം പ്രകാശിക്കില്ല. അതുകൊണ്ട് യോഗ ദർശനം വേണം, യോഗത്തിന്റെ അഭ്യാസം വേണം. യോഗാഭ്യാസം അവനവനെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്യണം. യോഗത്തിൽ പറഞ്ഞ അഷ്ടാംഗ യോഗത്തിലെ പരമാവധി അംഗങ്ങളെ ചേർത്തുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയായോഗമെങ്കിലും ചെയ്യുക. അപ്പൊ അത് നിർബന്ധമായ കാര്യമാണ്. പിന്നെയോ ശരിയായ ഉച്ചാരണം ഉൾപ്പെടെ പരമ്പരയുടെ അറിവിനെ നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ സംസ്കൃതം തുടങ്ങിയുള്ള ഭാഷകൾ പൂർവികർ സൂക്ഷിച്ചു തന്നിരിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, വളരെ ബുദ്ധിമുട്ടി മറ്റെങ്ങും ഇല്ലാത്ത നിലയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന, പരമ്പരയുടെ ഭാഗമാക്കി പ്രതിഷ്ഠ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന അഷ്ടബന്ധം, ഈ തന്ത്രത്തിന്റെ ഭാഷ പറഞ്ഞ അഷ്ടബന്ധം ഉറപ്പിച്ച് ചെയ്തിരിക്കുന്ന സംസ്കൃതം, അതേന വാച. അപ്പം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം എല്ലാ തലമുറകൾക്കും ഒരേ വിദ്യ കിട്ടണം എന്ന നിഷ്കർഷയാണ് അത്രയും ശക്തമായൊരു ഭാഷ, ഇത്രയും വലിയ വ്യവസ്ഥകളോടുകൂടി. വ്യാകരണം, നിരുക്ത, വേദാംഗങ്ങൾ അറിയാമല്ലോ, ആ വ്യവസ്ഥ, ശിക്ഷ, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്, ഈ വ്യവസ്ഥകളോടുകൂടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആയുർവേദത്തിന്റെ പരമ്പര, ഇതെല്ലാം മുറിഞ്ഞു പോയിട്ടുണ്ട്. മുറിഞ്ഞു പോയെങ്കിലും ഇന്നിപ്പോൾ വീണ്ടും സജീവമാകുകയാണ്. കേരളത്തിൽ ആയുർവേദവും കളരിയും സജീവമാകുന്നു. നമ്മളുടെ ഏറ്റവും വലിയ ഔട്ട്സോഴ്സിങ് മെറ്റീരിയലായിട്ട് അത് മാറുന്നു. മെറ്റീരിയൽസ് ആയിട്ട് ഇത് രണ്ടും മാറുന്നു. എത്രയെങ്കിലും ആയുർവേദവും കളരിയുടെ പദ്ധതിയും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് നമുക്ക് വലിയ സമ്പത്തിന് നിദാനമാകുന്നു. നിങ്ങൾ അവിടെ എവിടെയും ശ്രദ്ധിച്ചാൽ അറിയാം, കുട്ടികൾ കൂടുതൽ, ഈ തലമുറ കൂടുതൽ എൻഗേജ് ചെയ്യുന്നുണ്ട് ആരോഗ്യത്തിന് വേണ്ടി. അപ്പൊ അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. അത് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ആയുർവേദത്തിന്റെ കൂടുതൽ പ്രവർത്തനം ഉണ്ടാകുന്നു. അതിനോടൊപ്പം ചിത്തശുദ്ധി അത് പ്രത്യേകം പറയേണ്ടതാണ്. അപ്പൊ യോഗത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധം പൊതുവെ ഉണ്ടാവുന്നുണ്ട്. ഇന്റർനാഷണൽ യോഗ ഡേയും യോഗ പ്രാക്ടീസും യോഗാചാര്യന്മാരുടെ പ്രവർത്തനവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഹഠയോഗം എന്ന് പറയുന്ന ശാരീരിക അഭ്യാസങ്ങളിലാണ്. കൂടി വന്നാൽ പ്രാണായാമം വരെ പോകും. പക്ഷെ പ്രത്യാഹാരത്തിലാണ് ബഹിരംഗം തീരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, 8 അംഗങ്ങളിൽ 5-ാമത്തേത് പ്രത്യാഹാരം, ഇന്ദ്രിയ സംയമനം. അപ്പൊ ഇന്ദ്രിയ സംയമനം വരെ എത്തിയാലേ നമുക്ക് അകത്തോട്ട് പോകാനാവും. പ്രാണായാമത്തിൽ നിന്നിട്ട് കാര്യമില്ല. അവിടെയൊക്കെ വലിയ തടസ്സമാണ് നിൽക്കുന്നത്. കാരണം പരമ്പരാബോധം നമ്മളിൽ എത്തുന്നില്ല. വളരെ പെരിഫറലായ, വളരെ സൂപ്പർഫിഷ്യലായ ഒരു രീതിയിലാണ് നമ്മൾ പരമ്പരയെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാശ്ചാത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ സഹായം ഊന്നോടി വേണം. ആയുർവേദം അഷ്ടാംഗ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രസാധനശാലയായിരുന്ന, ഏറ്റവും കൂടുതൽ അഷ്ടാംഗ ഹൃദയത്തെ ഉപയോഗിച്ച് അതിദീർഘമായിട്ടുള്ള ജീവിതം നയിച്ച നമ്മൾ ഈ പരമ്പര അതിജീവിക്കുന്നതിന് അതിന്റെ പിന്നിൽ ചെറിയ രഹസ്യമൊന്നുമല്ല. അതിദീർഘമായിട്ട് മുറിയാതെ പരമ്പര നിലനിർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവരെല്ലാം അറിയാവുന്നവരാ, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കില്ല. അപ്പൊ ആ അറിവിനെ നമ്മൾ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞിട്ടാണ് ആധുനികമായിട്ടുള്ള വിച്ഛേദം വരുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സുജിത്ത് ചോദ്യത്തിന് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മറുപടി പറഞ്ഞ പോലെ, ആകെ നിങ്ങൾ
പ്രകൃതിയെ മല്ലിട്ടു ജയിച്ചു ആധുനികര്, അങ്ങനെയല്ലേ മനുഷ്യര് മറ്റു ജീവജാലങ്ങളുടെ മുകളിൽ ഈ ഇന്നത്തെ സ്ഥാനം നേടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ 500 വർഷം ഒരുമിച്ച് ജീവിച്ച എത്ര പരമ്പരയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഈ സയൻസിന്റെ പേരും പറഞ്ഞുകൊണ്ട്? 250 വർഷമല്ലേ ആയുള്ളൂ. ആ 250 വർഷത്തിന്റെ എങ്ങനെയാണ് അതിനെ കോഡിഫൈ ചെയ്തത് അവര്? പ്രാചീനമായ പരമ്പരകളെ അവര് കച്ചവടത്തിലൂടെയും മറ്റും നേരിട്ടറിഞ്ഞ് പരിചയപ്പെട്ട് ഇവിടുന്ന് പ്രധാനപ്പെട്ട സോഴ്സുകളെല്ലാം കൊണ്ടുപോയി, ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോയി, അതുപോലെ ഇവിടെ വന്ന് അച്ചടക്കത്തോടെ പഠിക്കുകയായിരുന്നു. ആയുർവേദം അറിയാവുന്ന മുഴുവൻ ആളുകളെയും കണ്ടെത്തി ആ പരമ്പരാ ശാസ്ത്രങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഒരു 300-400 വർഷത്തിന് മേലുള്ള ചരിത്രം പോർത്തൂസ് മലബാറിക്കസ് വലിയ വോളിയമായിട്ട് കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. ഇതെന്താണ്? ദ്രവ്യഗുണ വിജ്ഞാനീയം എന്ന് പറയുന്ന ഓരോ നാട്ടിലും വിശേഷമായിട്ടുള്ള ഔഷധ സസ്യങ്ങളെയും മറ്റും തിരിച്ചറിഞ്ഞ് അതിനെ കോഡ് ചെയ്ത് അത് എന്തൊക്കെയാണോ ഉപയോഗമുള്ളത്. ഇത് ഒരു ജന്മത്തിൽ കണ്ടെത്താൻ കഴിയുന്നതല്ല. വാൻഡ്രീഡിനോ മറ്റോ ഒരു ജന്മത്തിൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ലത്. 108 കുറുന്തോട്ടികളുണ്ട്. ഈ 108 കുറുന്തോട്ടികൾ ബല, അതിബല, ഇങ്ങനെയൊക്കെ പോകുന്ന നമ്മൾ ക്ഷീരബല തുടങ്ങിയുള്ളതിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം വെറുതെ പറഞ്ഞെവിടെങ്കിലും എഴുതി വെക്കുകയല്ല. അവർക്ക് നന്നായിട്ട് അറിയാം ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നത്. പക്ഷെ അവര് നാട്ടിൽ ഇറങ്ങി നടന്ന് കൃത്യമായിട്ട് പഠിച്ച് പരമ്പരയെ മനസ്സിലാക്കിയതിനു ശേഷം കോഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ സഹസ്രയോഗം, ആയിരക്കണക്കിന് കൂട്ടുകളുണ്ട്. ഇതൊന്നും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല. ആയുർവേദ ഗ്രന്ഥങ്ങളിലെ മുറികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. ആയുർവേദ ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ 1-2 അധ്യായം പഠിക്കും. ചരകന്റെയോ സുശ്രുതന്റെയോ വാഗ്ഭടന്റെയോ ഒക്കെ പൂർണ്ണമായ ഗ്രന്ഥങ്ങൾ സമ്പൂർണ്ണമായി അധ്യയനം ചെയ്ത വൈദ്യന്മാരിന്നില്ല. തന്ത്രയുക്തി എന്ന് പറയുന്ന വലിയൊരു നിർണയ പ്രക്രിയയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തർക്ക നിർണയാഭ്യാം ലോകയാത്ര പ്രവർത്തത. തർക്കവും നിർണയവും ഇല്ലാതെ ലോകയാത്ര, മനുഷ്യജീവിതം മുന്നോട്ട് പോവില്ല. അപ്പൊ അവിടെ ആയുർവേദ വൈദ്യൻ എങ്ങനെ തർക്കിക്കണം, എന്തൊക്കെ തർക്കമാണ് അയാളുടെ മനസ്സിൽ വരേണ്ടത്, അയാൾ എന്തൊക്കെ പക്ഷങ്ങളെയും വിപക്ഷങ്ങളെയും മുന്നിൽ കാണണം, എന്നിട്ട് വേണം നിർണയത്തിലേക്ക് എത്താൻ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു കൂട്ട് അത് തന്നെ അരച്ചു കലക്കി അങ്ങനെ വിതരണം ചെയ്തു പോകുന്ന ഔഷധശാലകളെ അല്ല, കഷായശാലകളോ കഷായ ആശുപത്രികളോ അല്ല ആയുർവേദ സ്ഥാപനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പൂർവീകർ വിഭാവനം ചെയ്തത്. അപ്പൊ അവിടെ തന്ത്രയുക്തി വിദഗ്ധന്മാരാണ്. തന്ത്രത്തിന്റെ യുക്തി അറിഞ്ഞിരിക്കണം. തന്ത്രയുക്തി പഠിക്കാത്ത ആയുർവേദ വൈദ്യനല്ല. വ്യക്തമായിട്ട് ആയുർവേദ ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. തന്ത്രയുക്തി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് നോളജ് ഉണ്ട്. 36 യുക്തികളുണ്ട്. അതെല്ലാം മീമാംസയായിട്ട് ബന്ധപ്പെട്ടതാണ്, വേദവുമായി ബന്ധപ്പെട്ടതാണ്, വേദശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതിനകത്ത് പ്രധാനപ്പെട്ട മർമ്മം എന്ന് വെച്ചാൽ വേദത്തിന്റെ വിദ്യശാസ്ത്രം അതെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വേദത്തെ കോഡ് ചെയ്തിരിക്കുന്നത്, വേദവിദ്യ പരമ്പര നിലനിർത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ മാത്രമേ സയൻസ് എങ്ങനെ രൂപപ്പെട്ടു, സയൻസ് എങ്ങനെ ഇന്നത്തെ നിലയിൽ പ്രബലമായിരിക്കുന്നു, നമ്മളുടെ പരമ്പരയ്ക്ക് ഉണ്ടായ മങ്ങല് അത് എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ പരിഹരിക്കണം. ഈ പരമ്പര കൊള്ളില്ലെങ്കിൽ അതിനെ കളയൂ. നിങ്ങൾ എന്തിനാണ് പരമ്പരയുടെ പേര് പറയുന്നത്? കൊള്ളാമോ എങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പാകത്തിന് അതിനെ സക്ഷമമാക്കി നിലനിർത്തണം. അത്രേ ഉള്ളൂ. എന്റെ ഒരു ദൃഷ്ടി അതിനകത്ത് അതാണ്. പരമ്പരയാണ് എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ശരിയാണോ എങ്കിൽ നിശ്ചയമായിട്ടും അതിനെ പിന്തുടരാനാവണം. ശരിയല്ല എങ്കിൽ അതിനെ ഖണ്ഡിക്കാനാവണം, തിരുത്താനാവണം. പുതിയ കാലത്തിനാണുള്ളതെങ്കിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യണം. അപ്പൊ അവിടെയാണ് വൈഷമ്യം വരുന്നത്. പരമ്പര പ്രമാണമാണ്. ആയുർവേദം എന്ന് പറഞ്ഞ സംഗതിയെ കൃത്യമായിട്ട് അനുശീലിക്കുകയാണ് എങ്കിൽ സമ്പൂർണമായി മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങുവാനാവും. അത് കേവലം ശരീരരക്ഷ അല്ലെങ്കിൽ രോഗമില്ലാതാക്കുക, രോഗത്തെ പരിഹരിക്കുക, രോഗചികിത്സ മാത്രമല്ല. നേരത്തെ പറഞ്ഞല്ലോ, ശത്രുവ്യൂഹ പദ്ധതിയിലൂടെ ചിന്തിക്കുമ്പോൾ പ്രജ്ഞാപരാധോ രോഗഹേതു. പ്രജ്ഞയിലുണ്ടാകുന്ന, ബുദ്ധിയിലുണ്ടാകുന്ന ദോഷങ്ങളാണ് രോഗത്തിന് കാരണം, അല്ലാതെ വൈറസും ബാക്ടീരിയ ഒന്നുമല്ല. അപ്പൊ ബുദ്ധിയിലുണ്ടാകുന്ന രോഗത്തിന്റെ ഹേതുവിനെ എങ്ങനെ മാറ്റാം? അതിനുള്ള പരിഹാരമാണ് ആയുർവേദം. അതിനർത്ഥം എന്താണ്? മോക്ഷം വരെയുള്ള വലിയ മാർഗം തെളിച്ചു തരുവാൻ ആയുർവേദം. അതാണ് അതിന്റെ ലക്ഷ്യം. അതിനോടനുബന്ധമായിട്ടാണ് യോഗം നിൽക്കുന്നത്, അതിനോടനുബന്ധമായിട്ടാണ് വ്യാകരണം നിൽക്കുന്നത്. ഇത് മൂന്നും നമ്മുടെ കുട്ടികള് ഏതാണ്ട് ഒരു 15 വയസ്സിനുള്ളിൽ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ച കുട്ടികളാണ് വേദമാർഗത്തെ പ്രശസ്തമാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഋഷീശ്വരന്മാരെന്ന് വിളിച്ചിരുന്നത്. അവര് വ്യക്തമായിട്ട് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ടതില്ല, എല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വളരെ ചുരുങ്ങിയ നിലയിലേ പഠിക്കുന്നുള്ളൂ. ചരകത്തിലെ ആദ്യത്തെ ഒരു സൂത്രം, ആദ്യത്തെ ഒരു സൂത്രസ്ഥാനമോ ശരീരസ്ഥാനമോ ഏതെങ്കിലും ഒരു അധ്യായം, ഒരു ഭാഗം മാത്രം പഠിക്കും. വലിയ BMSന്റെ മറ്റും
ഉപരി സിലബസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതാണ് അവസ്ഥ. അത് തന്നെ സംസ്കൃതത്തിലല്ല പഠിക്കുന്നത്, അതിന്റെ വിവർത്തനങ്ങളാണ്. കാരണം ആദ്യമൊക്കെ ആയുർവേദ കോളേജുകളിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു സംസ്കൃത അധ്യാപകരുണ്ടായിരുന്നു. ഇടക്കാലത്ത് ആ പോസ്റ്റ് തന്നെ ഏതാണ്ട് ഇല്ലാതായി. ഇപ്പോഴിപ്പോൾ ഇതിന്റെ എല്ലാം വിവർത്തനങ്ങൾ കിട്ടും, വിവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന നിലവാണ്. അപ്പൊ അവിടെ എന്തു പോയി? തന്ത്രയുക്തി പോയി. കാരണം തന്ത്രയുക്തി എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നത്, വേദാദി ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ, അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ, അത് ശരിയായിട്ട് പ്രയോഗിച്ച് ജീവിതത്തിലെ ആവശ്യങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ നേരിടേണ്ടത് എങ്ങനെ, പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് എങ്ങനെ, ഇതാണ് വിശദീകരിക്കുന്നത് തന്ത്രയുക്തി. ആയുർവേദത്തിന് 36ഓളം തന്ത്രയുക്തികളുണ്ട്. ഇതൊക്കെ എത്രയൊക്കെ വിവർത്തനം ചെയ്താലും, ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്താലും അതിന് അത് തികയില്ല. സംസ്കൃതം വേണം. ഞാൻ പറഞ്ഞു വന്നത് ആയുർവേദം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കുറച്ചു കഴിയുമ്പോൾ അലോപ്പതിയുടെ സഹായം തേടേണ്ടി വരുന്നു. കാരണം അവിടെ ഗവേഷണം നടക്കുന്നുണ്ട്, തുടർച്ചയായ ഗവേഷണ പ്രവർത്തനങ്ങൾ. അവിടെ എന്ത് പരമ്പരയുണ്ടോ അത് അവർ കൂട്ടിക്കെട്ടിയതാണ്. എല്ലാം മുറിഞ്ഞ പരമ്പരകളാണ്. സുദീർഘമായിട്ടുള്ള ഒന്നും അവിടെ ഇല്ല. പ്രാചീനമായിട്ടുള്ള ലക്ഷണമൊത്ത ഗ്രന്ഥങ്ങളോ വിധാനങ്ങളോ ഒന്നുമില്ല. ഇവിടെ ന്യായം എടുത്താൽ അതിന്റെ ഭാഷ പരമ്പര 2500 വർഷമാണ്. മീമാംസ എടുത്താൽ 3000 വർഷമാണ്. ആ ഗ്രന്ഥങ്ങളെല്ലാം ഇന്നും സജീവമാണ്, ഇന്നും നമുക്കെടുത്ത് പഠിക്കാം. ചിലതൊക്കെ താളിയോലയിൽ ഇരിക്കുന്നുവെങ്കിലും അതെല്ലാം നോക്കി പഠിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ നമുക്കെന്താ ഇത് പറ്റാത്തത്? 250 വർഷത്തെ ഗവേഷണം ചെയ്യുന്ന സയൻസ് വലിയ കോടിയിലിരിക്കുന്നു, വലിയ ഉന്നതിയിലിരിക്കുന്നു, ഹെൽഡ് ഇൻ ഹൈ എസ്റ്റീം. ആ നിലയിൽ എന്ത് വന്നു? ഇതോ നമുക്ക് പൊക്കിയെടുക്കേണ്ട നമ്മൾ ഓരോരുത്തരും വളരെ ബുദ്ധിമുട്ടിയാണ് വേദത്തിന്റെ നിധി കുംഭത്തെ എടുത്തുയർത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ അതൊരു വല്ലാത്ത പാപ്പരത്വം. അപ്പൊ പരമ്പര പ്രമാണമാണ് എങ്കിൽ നിശ്ചയമായിട്ടും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അത് ഉപയോഗിക്കാൻ കഴിയണം. ആയുർവേദക്കാരന് തനിയെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അലോപ്പതിയുടെ സഹായം തേടുന്നുവെന്ന ആക്ഷേപം അവിടെ വരുന്നു. എന്താ കാരണം? ആയുർവേദത്തിന്റെ പദ്ധതി കൃത്യമായിട്ട് അനുസന്ധാനം ചെയ്യാൻ സാധിക്കുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല, പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല, ഗ്രന്ഥങ്ങളെ സമീപിക്കുന്നില്ല. ഇവിടെ ഈ ഒരു ക്ലേശം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാരണം നമ്മളുടെ അന്ത്യ നിർണയ ഭാഗം പൂജിത വിചാരം എന്ന് പരമ്പര വിളിച്ചത് മീമാംസയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ക്രോഡീകരിക്കുകയാണ്. അന്വേഷണമെല്ലാം കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ തർക്കനിർണയാഭ്യാം ലോകയാത്രാ പ്രവർത്തത. അവർ പരമാവധി തർക്കിച്ചു. ന്യായത്തിലും മറ്റും തർക്കത്തിന്റെ എല്ലാ എലുകകളിലേക്കും എല്ലാ അതിരുകളിലേക്കും നമ്മളുടെ പ്രജ്ഞയെ അവർ സഞ്ചരിപ്പിച്ചു. മാർഗവിസ്താരം ചെയ്തു, ലക്ഷ്യവും കാണിച്ചു. ഇനി ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തിട്ടപ്പെടുത്തുമ്പോൾ ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, മുന്നോട്ട് പോയാൽ മതി. ഞാൻ മാർഗത്തിലാണ്. ചൈനയുടെ പഴയ ഭാഷ പറഞ്ഞത് താവോ ഫിസിക്സ് എന്നൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ആ ചിന്തയിലാണ് എഴുതിയത്. അപ്പം മാർഗത്തിലാണ് ഞാൻ മാർഗത്തിൽ ലക്ഷ്യത്തിന് ഇത്ര അരികെയാണ് അല്ലെങ്കിൽ ഇത്ര ദൂരെയാണ്. ഈ കൃത്യമായ വിഷൻ ഉണ്ടാവും. ദർശനം എന്ന് പറയുന്നത്. ദൃശ്യതേ അനയനൈതി ദർശനം. ലോകത്തിൽ കണ്ണുപോലെ കാണാൻ ദർശനം എന്തിനാ? അപ്പൊ കണ്ണാടി പോലെ കൂടുതൽ സൂക്ഷ്മപ്പെടുത്തുന്നു. അപ്പം ആധുനികര് ദൂരദർശിനികളെയും, ഞാൻ പറഞ്ഞു ദൂരക്കാഴ്ചകൾക്ക് വേണ്ടി ദൂരദർശിനികൾ ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു. ആഴത്തിലുള്ള കാഴ്ചകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സൂക്ഷ്മ ദർശനത്തിന് വേണ്ടി സൂക്ഷ്മദർശിനികളെ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കും. അതിന് പകരം നമുക്ക് ലോകത്തിന്റെ അപ്പാടെയുള്ള കാഴ്ച, അതിന്റെ സാകല്യേനയുള്ള കാഴ്ച. എത്ര രൂപം നമ്മൾ കണ്ടാലും നമുക്ക് ഒരു വസ്തുവിന്റെയും പൂർണ്ണമായ രൂപം ഗ്രഹിക്കുവാൻ സയൻസിന് ഒരു സങ്കേതവുമില്ല. ഭാഗ്യമായിട്ട് മാത്രം ഒരു ഇലയെ എടുത്ത് കാണുക, സമ്പൂർണമായ അതിന്റെ കാഴ്ച സാധിക്കില്ല. കാരണം അതിന്റെ നിറം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന എല്ലാവരുടെയും കണ്ണിൽ ഒരേപോലെ പച്ചയായിട്ട് കാണുന്നുവെങ്കിലും പച്ചയുടെ ഏതെല്ലാം വ്യത്യസ്ത ഷെയ്ഡുകളാണ് നമ്മളുടെ ഈ പറയുന്ന പ്രകൃതി നിലനിൽക്കുന്നത്. അപ്പൊ ആകെയുള്ള പച്ച ആരെങ്കിലും കണ്ടോ? ഇളം പച്ച, തത്തപ്പച്ച, കടുത്ത പച്ച, ഇങ്ങനെ വന്ന പച്ച എന്ന് പറയുന്ന സാകല്യനെ ആര് കണ്ടു? ഇതാണ് പച്ച. പലതരം വിശേഷങ്ങളിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ട് കണ്ടു, അനുഭവിച്ചു, സത്യമാണ്. പലരും പനമട്ടി കണ്ടു. പക്ഷെ പച്ച എന്താണ്? പച്ച എവിടെയാണ്? യഥാർത്ഥത്തിൽ പച്ച എന്താണ്? ഇങ്ങനെ ഓരോ വർണ്ണത്തിന്റെ അവസ്ഥ. പിന്നെ രൂപമോ? കണ്ണുകൊണ്ട് നമ്മൾ പലതും കാണുന്നു. യഥാർത്ഥ രൂപം എന്ത്? യഥാർത്ഥ രൂപം ആര് കണ്ടു? സാകല്യേന രൂപത്തെ ആര് കണ്ടു? ആരും കണ്ടിട്ടില്ല. നമ്മളൊക്കെയും ഭാഗ്യമായിട്ടേ കണ്ടുള്ളൂ. സയൻസ് ഏത് വഴിക്ക് പോയാലും ഭാഗ്യമായിട്ടേ അതിനെ അവതരിപ്പിക്കുകയുള്ളൂ. അവിടെയൊക്കെയാണ് സമസ്യകൾ വരുന്നത്. അതിനെ സാകല്യേന കാണുവാനുള്ള വഴികൾ പൂർവികര് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പരമ്പരാ പ്രമാണം, പരമ്പരയിൽ അത് പ്രയോഗിച്ച് അത്ര കണ്ട് ഇപ്പോൾ കാണുന്നില്ല. അതിനെ വീണ്ടെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ ഈ വേദപ്രവർത്തനം നടത്തുന്നവര്, വേദവിദ്യയുമായി ബന്ധപ്പെട്ട അനുശീലനം നടത്തുന്നവര് ആ മട്ടിൽ പ്രവർത്തിക്കണം. ആ മട്ടിൽ ചിന്തിക്കുകയെങ്കിലും നമ്മൾ പറയണം.
അല്ലെ? നന്നായിട്ട് ചിന്തിക്കുക. ആദ്യം മനോവിദ്യ പ്രവർത്തകർ ആദ്യം മനസ്സിൽ വരട്ടെ, പിന്നെ അത് വാണിയിലൂടെ സ്പഷ്ടമാകട്ടെ, സ്ഫുടമാകട്ടെ. പാവകാന സരസ്വതി, അത് നമ്മളെ ശുദ്ധമാക്കും, നമ്മുടെ വിചാര പരിസരം വളരെ മെച്ചപ്പെടുത്തും. സ്വാഭാവികമായിട്ടും ഹൃദയം നിറയുമ്പോൾ കൈകൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ പോലെ പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് മുന്നേറാനുമാകും. അപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് തലമുറ ആ വിഷയങ്ങളൊന്നും ചിന്തിച്ചില്ല. അവര് കേവലം പുറത്തുനിന്ന് വന്നൊക്കെ സ്വീകരിച്ചു. അതൊക്കെയാണ് കേൾപ്പെട്ടത് ശരിയെന്ന് വിശ്വസിച്ചു. പരമ്പരയെ പറ്റി ആഴത്തിൽ അറിയാനോ പഠിക്കാനോ ഒന്നും അവർ മെനക്കെട്ടില്ല. അപ്പൊ സഹജമായിട്ട് നമുക്ക് കിട്ടുന്നതല്ലേ പരമ്പര. അപ്പൊ ഞങ്ങളൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പരമ്പരയിലേക്ക് കടന്നത്. വളരെ അഭിമാനത്തോടെ പറയുക. അത്രേ ഉള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. പരമ്പരയിലേക്ക് കടക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മുടെ ശ്രദ്ധ മതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആരാണോ ശ്രദ്ധിക്കുന്നവന് അറിവ് കിട്ടും. എന്താണ് ശ്രദ്ധ? ശ്രദ്ധാതീതി ശ്രദ്ധ. സത്യത്തിനെ, സത്യത്തെ ധാരണം ചെയ്യാനുള്ള ആഗ്രഹം. അത്രേ ഉള്ളൂ. എനിക്ക് സത്യം കിട്ടണം, സത്യം അറിയണം, സത്യം അറിയുക എന്നതാണല്ലോ ലക്ഷ്യം എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശ്രദ്ധയുണ്ടാവും. ശ്രദ്ധയുണ്ടായാലോ അറിവുണ്ടാവും. അതിനിവിടെ എല്ലാം അറിവ് നിറഞ്ഞിരിപ്പുണ്ട്. നമുക്കതിനെ നേടുവാനുള്ള രീതിയിലാണ് വ്യത്യാസം. അത് രീതിശാസ്ത്രം, മെത്തഡോളജി എന്ന് പറയുന്നത് വിഷയമാകുന്നത്. അറിവൊന്നും പോകുന്നില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. എന്ന് മാത്രമല്ല, അതിനെ പ്രാപിക്കുവാനുള്ള സഹജമായ അവകാശവും നമുക്കുണ്ട്, അധികാരിത്വവും ഉണ്ട്. പക്ഷെ ശ്രദ്ധ വേണം. അവിടെയാണ് 2, 3, 4 തലമുറകൾ, നേരത്തെ പറഞ്ഞ പോലെ സയൻസ് അപ്പുറത്ത് മെല്ലെ മെല്ലെ പിച്ച വെച്ച് വളർന്നു വന്ന ആ കാലത്ത് നമ്മൾ പരമ്പരയെ നഷ്ടപ്പെടുത്തി. ഒരു 250 വർഷത്തെ അല്ലെങ്കിൽ 300 വർഷത്തെ വളരെ വലിയ അനവധാനത, ഉറക്കം നമുക്കുണ്ടായി. നമ്മുടെ പരമ്പരയെ കാത്തവർക്കുണ്ടായി. അതുകൊണ്ട് സാമഗ്രികളൊക്കെ താളയോലയിലോ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ അക്കാഡമിയിൽ ഇരിക്കുക, അട്ടത്തിരിക്കുകയാണ്, പ്രയോഗത്തിലില്ല. അത് കൊണ്ടുവരണം. അതിനുവേണ്ടിയൊക്കെ ആകണം നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുന്നത്. അല്ലാതെ ചതച്ചത് ചതയ്ക്കുക, പൊടിച്ചത് പൊടിക്കുക, എന്ത് കാര്യം? അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് പ്രയോഗത്തിന് വേണ്ടിയുള്ളതാണ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഊന്നി പറയുവാന് ഉദ്ദേശിച്ചത്. മന്ത്രം നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും. പക്ഷെ അത് ഏത് ലക്ഷ്യമാണ്? നേരത്തെ പറഞ്ഞാൽ വിട്ടുപോയ വലിയൊരു ഭാഗമുണ്ട്, മധ്യമീമാംസ, ദേവതാ വിചാരം. ദേവതകൾ എന്താണ്? 33 ദേവതകൾ. ആ 33 ദേവതകളും പ്രകൃതിയുടെ ഭാഗമാണ്. ഇന്ന് പറയുന്ന പ്രകൃതി എന്ന് പറയുന്നതിന്റെ സാകല്യനയുള്ള രൂപമാണ് വേദത്തിൽ 33 ദേവതകൾ എന്ന് പറയുന്നത്. ആ ദേവതാകാന്ഡമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിന്റെ ചിന്തയാണ്, അതിന്റെ സ്വരൂപമാണ് നഷ്ടപ്പെട്ടു പോയത്. അത് കുറെയൊക്കെ കർമ്മകാണ്ഡത്തിന്റെ ഭാഗമായിട്ട് മീമാംസയിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് വരാം. പക്ഷെ അതിന്റെ അനുശീലനം നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിഗ്രഹം വേണമോ, വിഗ്രഹാദി പഞ്ചകം, വിഗ്രഹം വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇതൊക്കെ നമ്മുടെ പൂർവികര് നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആര്യസമാജം ആദ്യമായിട്ട് വിഗ്രഹത്തിന്റെ ഖണ്ഡനം ചെയ്യുന്നവരല്ല. ആര്യസമാജം അല്ല ആദ്യമായിട്ട് വിഗ്രഹാരാധനയെ ഖണ്ഡിക്കുന്നത്. വിഗ്രഹാരാധനയെ ഖണ്ഡിക്കുന്നതിൽ ഏറ്റവും മുമ്പനായിരുന്ന ആളാണ് ആദിശങ്കരന്. പക്ഷെ ഏറ്റവും കൂടുതൽ വിഗ്രഹം പ്രദർശിച്ചു എന്ന് പറയുന്നത് ആദിശങ്കരനാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മൗലിക കൃതികളിൽ വിഗ്രഹാദി പഞ്ചകം എന്ന ചിന്ത ചെയ്തതിനെ ഖണ്ഡിക്കുകയാണ്. കാരണം പ്രകൃതിയെ എങ്ങനെ സമീപിക്കണം എന്നത് തന്നെയാണ് അതിന്റെ വിഷയം. ദേവതാകാന്ഡത്തിന്റെ വിഷയം പ്രകൃതിയെ എങ്ങനെ നമ്മൾ സമീപിക്കണം. ആധുനിക പാശ്ചാത്യർ ചെയ്യുന്ന പോലെ പ്രകൃതിയെ കീഴടക്കുക, പ്രകൃതിയെ വെല്ലുക, ഇതൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രകൃതിയെ കീഴടക്കണം, പ്രകൃതിയെ വെല്ലണം. പക്ഷെ എങ്ങനെ? അതിനെ ചൂഷണം ചെയ്തുകൊണ്ടോ? നമ്മളുടെ ആശകളെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ ഉപയോഗിച്ച് തൃഷ്ണകളെ ശമിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടോ? തൃഷ്ണൈവ തരുണായതേ. ആ വഴിക്ക് പോയാൽ ഒറ്റ കുഴപ്പമുള്ളത്, സുഭാഷിതകാരൻ ഭർതൃഹരി ആചാര്യൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, തൃഷ്ണയേവ തരുണായതേ. നിങ്ങൾ തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിന്റെയും മറ്റും വഴിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് തന്നെ എപ്പോഴും എന്തായിക്കൊണ്ടിരിക്കും? തരുണാവസ്ഥയെ പ്രാപിച്ചുകൊണ്ടിരിക്കും. തൃഷ്ണ തരുണമായിക്കൊണ്ടേയിരിക്കും. തൃഷ്ണൈവ തരുണായത് നമുക്കൊക്കെയും അറിയാം. നമ്മളൊക്കെയും ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എത്ര കണ്ട് തൃഷ്ണായുക്തരാണോ നമ്മൾ, അത് നാൾക്ക് നാള് ഇളം പ്രായത്തിലേക്ക് പോകുന്നതല്ലാതെ ഒരിക്കലും അത് പക്വപ്പെടില്ല, അത് ശാന്തമാകില്ല, തൃപ്തിപ്പെടില്ല. മറിച്ച് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും വൃദ്ധാവസ്ഥയെ പ്രാപിക്കുന്നു. ചിന്തയും ബുദ്ധിയും മനോമണ്ഡലവും എല്ലാം വൃദ്ധാവസ്ഥയെ പ്രാപിക്കുന്നു. നമ്മൾ യൗവനം നഷ്ടപ്പെട്ടവരാകുന്നു, പ്രവൃത്തി നഷ്ടപ്പെട്ടവരാകുന്നു, വഴിയിൽ ചുറ്റിക്കറങ്ങുന്നവരാകുന്നു. തൃഷ്ണ ഈവ തരുണായത്, തൃഷ്ണ മാത്രമേ തരണമാവുകയുള്ളൂ. അതാണ് ഭക്ഷണാദികളുടെ വഴി പോയി കഴിഞ്ഞാൽ അതിന് മുഖ്യത നൽകി കഴിഞ്ഞാൽ. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ക്ഷുത്പിപാസാ നിവൃത്തിവത്, വിശപ്പും ദാഹവും നീക്കുവാനുള്ള പ്രയത്നം നിരന്തരം ചെയ്തിട്ടു അത് നീങ്ങുന്നില്ല. എന്നാലും നമ്മൾ ആ വഴിയേ പോകുള്ളൂ. അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. അത് നമ്മൾ അടിയന്തരമായിട്ട് ചിന്തിക്കേണ്ടത്, ആരാണ് ഈ
വിശപ്പും ദാഹവും പ്രകൃതിയിൽ ക്രിയേറ്റ് ചെയ്തത്. സയൻസിന്റെ ആളുകൾ ആ വഴിക്ക് അന്വേഷിച്ചാൽ നല്ലതായിരുന്നു. നമുക്ക് നല്ല ഉപദർശനങ്ങൾ നൽകിയാൽ നല്ലതായിരുന്നു. നിത്യമായ ആത്മാവിന് വിശപ്പും ദാഹവും ഉണ്ടാവാൻ യാതൊരു വഴിയില്ല. അതുപോലെ തന്നെ പ്രകൃതിയുടെ മൗലിക ഘടകങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ടാവാൻ വഴിയില്ല. ഹൈഡ്രജനും ഓക്സിജനും അങ്ങനെ ഒരു 4-5-6 ഘടകങ്ങൾ, ഫോസ്ഫറസും ഒക്കെ ചേരുന്നതാണല്ലോ നമ്മുടെ ശരീരവും ഈ വ്യവസ്ഥയിൽ. അതിനപ്പുറത്തേക്ക് ഒരു ആത്മാവിനെ അംഗീകരിക്കുന്നില്ല സയൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതിനൊക്കെ ഈ വിശപ്പും ദാഹവും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവ ഒത്തുകൂടുമ്പോൾ വിശപ്പും ദാഹവും ഉണ്ടായാലോ? അതും കുഴപ്പമാണ്. അപ്പൊ ഈ വിശപ്പും ദാഹവും എന്ന് പറയുന്ന സംഗതി എന്താണ്? നമ്മൾ അതിനുവേണ്ടിയല്ലേ മല്ലിടുന്ന മുഴുവനും. അതില്ലായിരുന്നെങ്കിലോ ഈ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ വീണ്ടും ശ്രദ്ധ ക്ഷണിക്കും നിങ്ങളുടെ, ഇത് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ പൂർവികര് ശരിയായ അറിവിലേക്ക് ചിന്തിച്ചു പോയത്. ആരാണ് നമ്മെ വിശപ്പിനോടും ദാഹത്തിനോടും ചേർത്തത്? അല്ലെങ്കിൽ നമ്മിൽ ആരാണ് വിശപ്പും ദാഹവും നിക്ഷേപിച്ചത്? ഐതിഹ്യത്തിലും മറ്റും ചിന്തിച്ചു കാണും. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം. അപ്പൊ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, ആത്മാവിന് വിശപ്പും ദാഹവും വന്നാൽ കുഴപ്പമാണ്. കാരണം ഒരിക്കലും അത് മാറ്റാൻ പറ്റത്തില്ല. മോക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ ചിന്തകളും വ്യർത്ഥമാണ്. ഒരു കാമത്തിന്റെയും സിദ്ധി ഉണ്ടാവില്ല. കാരണം ആദ്യം വിശപ്പും ദാഹവും മാറണ്ടേ, പിന്നല്ലേ ഏതെങ്കിലും ഒരു കാമത്തിന്റെ സിദ്ധി ഉണ്ടാകുന്നത്. അപ്പൊ ആത്മാവിന് കാമം എന്ന് പറഞ്ഞ ഒരു പുരുഷാർത്ഥമേ ആവില്ല. മോക്ഷം ഒട്ടുമേ ആവില്ല പുരുഷാർത്ഥം. ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണ് നമുക്ക് കാമവും മോക്ഷവും. അത് രണ്ടും സാധിക്കില്ല ആത്മാവിനാണ് വിശപ്പും ദാഹവും. ശരീരത്തിനാണെങ്കിലും ധർമാർത്ഥങ്ങളും സാധിക്കില്ല. ധർമ്മവും അർത്ഥവും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല മനസ്സ്, നല്ല വാക്ക്, നല്ല ശരീരം ഇവയെ കൊണ്ടാണ് സമ്പാദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് ഒരു സാധകനെ സംബന്ധിച്ച്, ഒരു ആസ്തികനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമാകേണ്ടത് അവന്റെ ശരീരം തന്നെയാണ്. ആ ശരീരത്തിൽ തന്നെയാണ് മനസ്സും വാക്കും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അത് വിശപ്പും ദാഹവും അതിന് സഹജമായിട്ടുള്ളതാണെങ്കിൽ അവിടെയും നമുക്ക് എന്തില്ല, ഒന്ന് വൃത്തിയായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ പിന്നെ എന്താണ് ഈ സമസ്യ, എന്താണ് ഈ സംഗതി? ഒരിക്കലും മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഉപായങ്ങളിലൂടെ ഒരിക്കലും നീങ്ങാത്ത വിശപ്പും ദാഹവും നമ്മളുടെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയത ആരംഭിക്കുന്നത്, യഥാർത്ഥ ആത്മചിന്ത ആരംഭിക്കുന്നത്, യഥാർത്ഥ വേദവിദ്യ ആരംഭിക്കുന്നത്, യഥാർത്ഥ ശാസ്ത്ര പ്രവർത്തനം നടക്കുന്നത്. അല്ലാതെ അതിന് തത്കാലത്തേക്കുള്ള പരിഹാരം ചെയ്തിട്ട് ഇത് ആണ് ശരി എന്ന് എല്ലാവരും വിശ്വസിച്ച് അങ്ങനെ പോകുന്ന മറ്റ് ഉപലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു. ശ്രദ്ധ ചെതറിക്കൊണ്ട് താത്കാലിക ലക്ഷ്യങ്ങളിലൂടെ അങ്ങനെ ജീവിതം പോകുന്നു. കുറെ കഴിയുമ്പോൾ 10-60 വയസ്സാകുമ്പോൾ ചെറിയൊരു ബോധം ഉണ്ടാകുന്നു, എങ്ങും എത്തിയിട്ടില്ല, പോകേണ്ടത് ശരിയായ വഴിയിലല്ല, ലക്ഷ്യം ഇനിയും ദൂരെയാണ്, അഥവാ പലർക്കും മാർഗം പോലും കിട്ടുന്നില്ല. അതുവഴി ഇതുവഴി അങ്ങനെ പെരുവഴി പോകുന്നതല്ലാതെ വഴി എന്ന് പറയുന്ന വഴി യാത്ര ചെയ്യണ്ട. ആലോചിച്ച് നോക്കണം. അത് ഏറ്റവും വലിയ തമാശ. ആത്മാവ് എന്ന ശബ്ദത്തിനർത്ഥം അത സാതത്യഗമനെ. ഇതൊക്കെ ആവശ്യമുള്ള പോയിന്റുകൾ എഴുതിയിടണം. നാളെ അതെല്ലാം ഉപയോഗത്തിൽ വരുന്നതാണ്. അത സാതത്യഗമനെ സംസ്കൃതത്തിലെ പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് അത. തവർഗത്തിലെ ആദ്യത്തെ ത. അത് എന്ന് പറയുന്നതിന്റെ അത സാതത്യഗമനെ. സതതം, സാതത്യം എന്ന് വെച്ചാൽ നിരന്തരം, സതതം സത്തിനോടൊപ്പം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഉള്ളതുപോലെ, ഉള്ളതിനൊപ്പം ഗമനം, സഞ്ചാരം. അത് ആര് ചെയ്യുന്നു? അതിന്റെ പേരാണ് ആത്മാവ്. അപ്പൊ നിരന്തരം സഞ്ചരിക്കുന്നത് എന്നാണ് സാധാരണ അർത്ഥം. സഞ്ചാരത്തിലാണ് എപ്പോഴും. സഞ്ചാരത്തിൽ എന്ത് വേണം? 2 കാര്യം വേണം. മാർഗം വേണം, ലക്ഷ്യം വേണം. ഇല്ലെങ്കിൽ എന്ത് സഞ്ചാരം? അപ്പൊ മാർഗവും ലക്ഷ്യവും ഇല്ലാത്ത സഞ്ചാരമാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ഭ്രമണം, ചുറ്റിക്കറങ്ങൽ എന്ന് പറയുന്നത്. ആത്മാവില്ലാത്ത യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവില്ലാത്ത ഈ യാത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകൃതിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയും. മാനവ ചരിത്രത്തെ അതിന്റെ പരമാവധി ആഴങ്ങളിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകൻ, ഒരു ആസ്തികൻ എന്ന നിലയിൽ എന്റെ ശ്രദ്ധ പതിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമസ്യയാണ് മായാവാദം തുടങ്ങിയുള്ള ഭാരതീയ ശാസ്ത്ര പരമ്പരയിൽ ഉണ്ടായ തെറ്റായ വാദങ്ങൾ, തെറ്റായ പരമ്പരകളാണ് ഇന്നത്തെ സയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഈശ്വരനെ നിഷേധിക്കുന്ന, ആത്മാവിനെ നിഷേധിക്കുന്ന, പ്രകൃതിയെ മാത്രം ശരിയെന്ന്
പിന്നെ പ്രകൃതി മാത്രം ശരി, പ്രകൃതിയിലൂടെയുള്ള സഞ്ചാരമാണ് ശരി എന്ന് പറയുന്ന ഇന്നത്തെ വ്യവസ്ഥ. പഴയ വ്യവസ്ഥ ഇന്നത്തെ വ്യവസ്ഥ തമ്മിൽ ഇത്രേ വ്യത്യാസമുള്ളൂ. ഇടക്കാലത്ത് ബ്രഹ്മസത്യം, ജഗന്മിഥ്യ, ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ജഗത്ത് മിഥ്യയാണ് എന്നൊരു വലിയ ഒരു ദുഷ്പരമ്പര ഉണ്ടായി. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ, ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ഒരു സമസ്യയായിട്ട്, ഒരു ചരിത്ര സമസ്യയായിട്ട് ഉയർത്തിക്കാട്ടിയ ആളാണ് ഋഷിദയാനന്ദൻ. ആര്യസമാജത്തിലെ ആദ്യത്തെ പരമ്പരയ്ക്കൊക്കെ ആ വിഷയത്തിൽ നല്ല ബോധം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പ്രചാരകരായിട്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ആ വിഷയത്തിൽ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഋഷിദയാനന്ദിൽ നിന്നും ആ സമസ്യ മനസ്സിലാക്കിയ ആളുകൾ ആദ്യത്തെ തലമുറയിലെ എഴുത്തുകാരുണ്ട്. അപ്പൊ അവർ ഈ വിഷയങ്ങളൊക്കെ നന്നായിട്ട് ചിന്തിച്ചു. മീമാംസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഗൗരവമായ ചിന്തകൾ അവർ ഏറ്റെടുത്തു. പക്ഷെ ഇപ്പോഴും ആര്യസമാജത്തിന്റെ പോലും ഗുരുകുലങ്ങളിൽ മീമാംസ വ്യവസ്ഥാപിതമായിട്ട് പഠിക്കപ്പെടുന്നില്ല. 5 ദർശനങ്ങളിൽ ഒതുങ്ങുകയാണ്. അത് മറ്റൊരു വിഷയം. അപ്പൊ ഈ ദീർഘകാലത്ത് നമ്മൾ എന്ത് ചെയ്തു? പൂർവികർ എന്താണ് നമ്മൾക്ക് കാണിച്ചു തന്ന മാർഗം? വഴി എന്താണ്? ലക്ഷ്യം എന്താണ്? ബ്രഹ്മ തല്ലക്ഷ്യം ഉച്ചത്, ബ്രഹ്മമാണ് ലക്ഷ്യം. ആത്മാവിന്റെ ഈ സഞ്ചാരത്തിന് നേരത്തെ പറഞ്ഞാൽ ആത്മാവ് എന്താണ്? ആത്മാവ് സഞ്ചരിക്കുന്നതാണ്. പ്രണവോധനു സർവോഹ്യേഷ ആത്മാ. മുണ്ടകോപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും യാനത്തെ സംബന്ധിച്ച്. വഴി എങ്ങനെ പോകണം, യാത്ര എങ്ങനെ വേണം. പിന്നെ അപ്പം പ്രണവോധനു ഇതൊരു വലിയ സമരോത്സുകമായ പ്രയാണമാണ്. വെറും യാനമല്ല, പ്രയാണം. പ്രകർഷമായ ഒരുപാട് സംഘർഷമുള്ള, ഒരുപാട് ദുഃഖാവസ്ഥകളെ താൻ വേണ്ട, സമരം ചെയ്യേണ്ട, സമരസപ്പെടേണ്ട യാനം ആണ് പ്രയാണം. ആ പ്രയാണത്തില് പ്രണവോധനു, ഓംകാരമാകുന്നു ധനുസ്, പ്രധാന ആയുധം. ഈ സമരത്തെ വിജയിപ്പിക്കുന്ന, ഈ സമരത്തിന്റെ രീതിശാസ്ത്രം അല്ലെങ്കിൽ സമരത്തിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായ പോയിന്റർ, ഡിവൈഡർ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് റെഫറൻസ് എന്താണ്? പ്രണവമാണ്, ഓംകാരം. പ്രണവോധനു. ധനുസ് വെറും വില്ല് പോരല്ലോ, അതിനെന്ത് വേണം? അത് പ്രയോഗിക്കണമെങ്കിൽ അതിന് പിന്നെ ശരം വേണം, അമ്പ് വേണം. ശരോഹ്യേഷ ആത്മാ, അവനവന്റെ ആത്മാവ് തന്നെയാണ് ഈ പ്രണവമാകുന്ന വില്ലിലേറേണ്ട ശരം. ബ്രഹ്മത്തൽ ലക്ഷ്യമുച്ചതേ, ബ്രഹ്മമാണ് അതിന്റെ ലക്ഷ്യം. അപ്രമത്തേന വേദ്ധവ്യം, തെറ്റില്ലാതെ നിങ്ങൾ ലക്ഷ്യത്തെ മുറിക്കൂ, വേദിക്കൂ, ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തൂ. അപ്രമത്തേന, പ്രമാദമില്ലാതെ. അവിടെയാണ് വിഷയം. നമുക്ക് പ്രമാദം എവിടെ പറ്റുന്നു? അപ്രമത്തേന വേദ്ധവ്യം. ആ ലക്ഷ്യം മുറിയേണ്ടത് തന്നെയാണ്, ആത്മാവ് ആ ലക്ഷ്യത്തെ മുറിക്കേണ്ടത് തന്നെയാണ്, തർക്കമില്ല. പക്ഷെ പ്രമാദം ഉണ്ടാവരുത്. പ്രമാദമുണ്ടെങ്കിലോ ശരം ഒരിക്കലും അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോകില്ല. അതിനെന്ത് വേണം? ശരവത്തന്മയോ ഭവേത്. ശരത്തെ പോലെ തന്മയമാകുക. വിട്ടയച്ച ശരം എങ്ങനെയാണോ ലക്ഷ്യത്തിലേക്ക് തന്നെ പായുന്നത്, അത് ലക്ഷ്യത്തെ പ്രാപിക്കാതെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ കഴിയില്ല. വിട്ടയച്ച ശരം പോലെ തന്മയമാകണം. പറയേണ്ടതെല്ലാം ആ ഒറ്റ മന്ത്രാത്മകമായ ശ്ലോകത്തില് മുണ്ടകോപനിഷത്തില് ആചാര്യൻ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഞാനിതെല്ലാം ഓർമ്മയിൽ നിന്ന് പറയുന്നു. ഈ വിഷയം എടുക്കുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരമ്പരാ പ്രമാണം, അവിടേക്ക് തൊടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പം പ്രണവോധനു. അതുകൊണ്ടാണ് യോഗദർശനത്തില് എങ്ങനെയാണ് മനസ്സിനെ ക്രമപ്പെടുത്തേണ്ടത്, മനസ്സിന് പഥ്യമരലേണ്ടത്, മനസ്സിനെ പഥത്തിന് യോഗ്യമാക്കേണ്ടത്, മാർഗത്തിന് യോഗ്യമാക്കേണ്ടത്. വലിയൊരു യാത്രയിലാണ് നമ്മളെന്ന് പറഞ്ഞു. സഞ്ചാരശീലരാണ് ആത്മാക്കള്, നിരന്തരം പ്രയാണത്തിലാണ്. അവിടെ മനസ്സിനെ ഒരുക്കേണ്ടതുണ്ട്, ശരീരത്തെ ഒരുക്കേണ്ടതുണ്ട്, വാക്കിനെ ഒരുക്കേണ്ടതുണ്ട്. ആ മാർഗത്തിനനുസരിച്ച് ശരീരത്തെ ഒരുക്കുവാൻ വേണ്ടി ആയുർവേദം, ആ മാർഗത്തിനനുസരിച്ച് വാക്കിനെ ഒരുക്കാൻ വേണ്ടി സംസ്കൃത വ്യാകരണം, ആ മാർഗത്തിനനുസരിച്ച് മനസ്സിനെ ഒരുക്കാൻ വേണ്ടി യോഗദർശനം. ഇതെല്ലാം ഒരുക്കമേ ആകുന്നുള്ളൂ. അപ്പൊ അരോഗ ദൃഢഗാത്രമായ ശരീരം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വേണമെന്നർത്ഥം. അപ്പൊ അവിടെ ഇതെല്ലാം ചുരുക്കി പറഞ്ഞു. പ്രണവോധനു. അപ്പൊ യോഗദർശനത്തിൽ കാണാം
തസ്യവാചക പ്രണവ. എന്താണ് ഈ പ്രണവം? തസ്യവാചക, ഈശ്വരന്റെ വാചകമാണ്, ഈശ്വരന്റെ ശരിപ്പേരാണ്. ഈശ്വരൻ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ഓംകാരത്തിലുണ്ട്. ഓംകാരത്തിന്റെ ഉച്ചാരണത്തിലൂടെ, അല്ലെങ്കിൽ ഓംകാരം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്, പ്രതീകമല്ല, ഈശ്വരൻ തന്നെ. ഓംകാരം എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ ഈശ്വരന്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ ഈശ്വരന്റെ സാന്നിധ്യത്തിലേക്ക് ആത്മാവ് കടക്കുന്നു. ജപ തദർത്ഥ ഭാവനം, അത് ജപിച്ചുകൊള്ളുക, അതിന്റെ അർത്ഥത്തെ ഭാവനം ചെയ്തുകൊള്ളുക. അതിന്റെ അർത്ഥഭാവനത്തിന് വേണ്ടിയുള്ള വിധിയാണ് ഈ സന്ധ്യാവന്തനം എന്ന് പറയുന്നത്. ഗായത്രി ഉൾപ്പെടുന്ന ആ മന്ത്രവിധാനങ്ങളൊക്കെയും പ്രണവജപത്തിന്റെ വിധാനമാണ്, വിധിവിധാനങ്ങളാണ്. അത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ശരത്തെ, ആത്മാവിനെ തന്മയമാക്കുവാൻ വേണ്ടിയുള്ള വഴി പറയണം. തന്മയം, തന്നിൽ തന്നെ ആവുക, പുറത്തേക്ക് പോവുകയല്ല. പ്രകൃതിയോട് മല്ലിട്ടിട്ട് ഒരു കാര്യവുമില്ല. പ്രകൃതിയൊക്കെ നമുക്ക് സാധനമാണ്. അപ്പൊ അതുകൊണ്ട് പറയുന്നു ഭോഗ അപവർഗാർത്ഥം ദൃശ്യം. ഈ കാണുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്ന സംഗതി എന്തിനു വേണ്ടിയാണ്? അതിനെ ഉപേക്ഷിക്കണമോ? മായയായിട്ട് കാണണമോ? അത് അനാവശ്യമാണോ? അതിനെ നിഷേധിക്കുകയാണോ വേണ്ടത്? അല്ല. ഭോഗ അപവർഗാർത്ഥം ദൃശ്യം. ഭോഗം എന്താണ്? സുഖാനുഭവം, കാമം, പുരുഷാർത്ഥങ്ങളിൽ കാമം. അപവർഗം എന്താണ്? മോക്ഷം. പുരുഷാർത്ഥത്തിന് വേണ്ടി തന്നെ ഉള്ളതാണ് ദൃശ്യം. ഈ കാണുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നത്, മനസ്സുകൊണ്ട് തിരിച്ചറിയുന്നത്, ബുദ്ധി കൊണ്ട് നിർണയിക്കുന്നതൊക്കെ, ഇതൊക്കെയും ഭോഗ അപവർഗാർത്ഥം, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സുഖ ആദി അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ളത്, പക്ഷെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ സുഖം തേടുന്നതോടൊപ്പം ദുഃഖത്തെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമ്മളുടെ യാത്രയ്ക്കുണ്ട്. അത് ഇന്ന് മറയപ്പെടുന്നു, മറഞ്ഞിരിക്കുന്നു, പരമ്പര പ്രമാണമാകാത്തതിനാൽ. കേവലം സുഖത്തെ നേടുക, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷുത് പിപാസ നിവൃത്തിവത്, വെള്ളം കുടിച്ച് ദാഹം മാറ്റാനുള്ള ശ്രമം പോലെ, ഭക്ഷണം കഴിച്ച് അന്നം കഴിച്ച് വിശപ്പ് മാറ്റാനുള്ള ശ്രമം പോലെ. അതൊരു വാസ്തവത്തിൽ ഒരു വൃഥാ വ്യാപാരമാണ്. അത് കൃത്യമായിട്ട് നയിച്ചു പോകുന്നവർക്കറിയാം, രസം കൊണ്ട് തൃപ്തിപ്പെടില്ല, രസേന തൃപ്ത എന്ന സ്ഥിതി ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കും. അത് മധുമേഹം, പ്രമേഹം തുടങ്ങിയുള്ള വ്യത്യസ്ത രോഗാവസ്ഥകളിലേക്ക് പോകുന്നു. അപ്പോഴും ശാന്തി ഉണ്ടാവുന്നില്ല. നേരത്തെ പറഞ്ഞ തൃഷ്ണയേവ തരുണായത്. വീണ്ടും വീണ്ടും അടുത്ത ജന്മത്തിന് തൃഷ്ണ തയ്യാറായിരിക്കുന്നു. വീണ്ടും വീണ്ടും ജന്മം എടുക്കുവാൻ വേണ്ടി തൃഷ്ണ തയ്യാറാവുന്നു, അല്ലെ തൃഷ്ണയെ തയ്യാറാക്കുന്നു. തൃഷ്ണയ്ക്ക്, തൃഷ്ണ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, പിന്നെ ഒരു തരത്തിൽ ദുരാഗ്രഹം, ലാലസ, അതിനെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തെളിച്ചെടുക്കുന്നു. അടുത്ത ജന്മത്തിൽ പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുന്നു. അപ്പൊ പ്രകൃതിയെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് ചെറിയ കാഴ്ചപ്പാടല്ല, അത് മറന്നുപോയതാണ് പരമ്പര ഇന്ന് അനുഭവിക്കുന്ന, അല്ലെ പരമ്പരയ്ക്ക് ഒരു ക്ലേശവുമില്ല, പരമ്പരയെ കൊണ്ട് നമ്മൾ അനുഭവിക്കുക. നമുക്ക് വേണ്ട പ്രയോജനം കിട്ടാത്തത്, പരമ്പര എഴഞ്ഞു നീങ്ങുന്നതായിട്ട് തോന്നുന്നത്, മറ്റ് ഇതിനിടയ്ക്ക് കടന്നുകൂടിയ സംവിധാനങ്ങൾ, സയൻസ് എന്നോ മറ്റോ എന്തൊക്കെ പേരിലാവട്ടെ, ആ പരമ്പരയോട് ബന്ധമില്ലാതെ കടന്നുകൂടിയ പല സാമഗ്രികളും നമുക്ക് ചുമക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവയുടെ സഹായത്തോടെ തന്നെ നമ്മളുടെ യാത്ര ഒരുക്കേണ്ടി വരുന്നത്, ഇത്രയും ദീർഘമായ മാർഗലക്ഷ്യ ചിന്തകളും ഒക്കെയുള്ള സ്ഥലത്താണ് നമുക്ക് പിന്നെ ആയുർവേദത്തിന് അലോപ്പതിയുടെ സഹായം തേടേണ്ടി വരുന്നത്. ഇത് വിരോധാഭാസമാണ്. അപ്പൊ എന്തോ പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ പൂർവികർ പറയും, നിങ്ങൾ ഈ പോകുന്നത് ഈ സാഗരത്തെ താണ്ടുവാൻ പറ്റുന്ന നൗകയാണോ, വെള്ളം കയറുന്ന വള്ളമാണോ? വെള്ളം കയറുന്നതാണെങ്കിൽ അതുകൊണ്ട് യാത്രയ്ക്ക് പുറപ്പെടരുത്. അപ്പൊ നമ്മുടെ സയൻസ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ജീവിതത്തിൽ നമ്മളെ നയിക്കുമോ, നമുക്ക് ലക്ഷ്യം കാണിച്ചു തരുമോ, നമ്മളെ മാർഗത്തിൽ സുരക്ഷിതരാണോ, ലക്ഷ്യത്തിലെത്താൻ നമ്മളെ അത് പ്രാപ്തമാക്കുന്നുണ്ടോ, ഈ വിഷയങ്ങളുള്ള ചിന്ത അനിവാര്യമാണ്. ഇതൊക്കെ ശരിയെന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം അവനവനെ പറ്റി വീണ്ടും ചിന്തിക്കണം. കാരണം ശരവ തന്മയോ ഭവേത്, ശരത്തെ പോലെ, വിട്ടയച്ച ശരം പോലെ തന്മയരാകേണ്ടവരാണ് നമ്മൾ. ആ തന്മയത്വം കിട്ടണമെങ്കിൽ, അവനവനിൽ തന്നെ ഉറയ്ക്കണമെങ്കിൽ ഈ വഴിക്ക് നമ്മൾ ചിന്തിച്ചേ മതിയാകൂ. അപ്പോൾ ആത്മാവിന്റെ യാത്ര, ഇതൊക്കെ ഇനിയും മെല്ലെ മെല്ലെ, ഇതൊക്കെ നമ്മളുടെ അടിസ്ഥാന ആശയങ്ങളാണ്. ഈ അടിസ്ഥാന ആശയങ്ങൾ നിങ്ങൾ നിരന്തരം കേൾക്കണം. ആ വാക്കുകൾ നിരന്തരം ഊട്ടി ഉറപ്പിക്കണം. അത് വെറും ഓർമ്മയിലേക്ക് മാറ്റിയിട്ട് കാര്യമില്ല. അത് ഓർമ്മയിലേക്ക് മാറ്റുകയാണെങ്കിൽ സ്ഥിരമായ ഓർമ്മയിലേക്ക്, പ്രത്യഭിജ്ഞയിലേക്ക് അത് നിലനിർത്തണം. നിരന്തരം ഓർക്കാൻ കഴിയണം. ഒപ്പം അതിന്റെ അർത്ഥം, ഒരു നിഷ്ഠിതമായ കൃത്യമായ അർത്ഥം മനസ്സിൽ തെളിയണം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഓംകാരം എന്താണത്? പ്രണവോധനു. അതിലേറിയാണ് യാത്ര. അതിലേറി
നക്ഷത്രാന്തര സഞ്ചാരം ചെയ്യുന്ന പിന്നെ വിധാനം, പ്രണവം ഒരു വിമാനമാണ് എന്ന ആശയത്തിലാണ് നമ്മളുടെ പിന്നെ ഭരദ്വാജന്റെ വൈമാനിക ശാസ്ത്രം ആരംഭിക്കുന്നത്. അപ്പൊ പ്രണവം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതിന്റെ അത്ഭുതങ്ങളാണ് നമ്മളുടെ യോഗശാസ്ത്രവും മറ്റും വിവരിക്കുന്നത്. വളരെ ചെറിയൊരു സംഗതിയാണ് പ്രണവം കാലം. അപ്പൊ ഇങ്ങനെ ശബ്ദവിദ്യയിലൂടെ മറ്റും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആത്മാവിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് അതസാതത്യഗമനെ, നിരന്തരം സഞ്ചരിക്കുന്നതാണ് ആത്മാവ്. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു ആശയം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പിന്നെ നമ്മളുടെ ഈ സംസാരം ചുരുക്കം. അതസാതത്യഗമനെ നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഗമനം എന്ന് പറയുന്നത് ഗതി എന്ന് പറയുന്ന ഗമ എന്ന ധാതുവിൽ നിന്നാണ് ഗതേ ത്രയോർത്ഥ. സംസ്കൃതത്തിലെ നേരത്തെ പറഞ്ഞ പോലെ ദേവഭാഷയായ അല്ലെങ്കിൽ വാക്കിന്റെ പിന്നെ വചനേന്ദ്രിയത്തിന്റെ ഭാഷയായ വാഗീന്ദ്രിയത്തിന്റെ ഭാഷയായ സംസ്കൃതം, അതില് ഗതി എന്ന അർത്ഥമുള്ള ധാതുക്കളാണ് ഏറ്റവും കൂടുതൽ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2000-ൽ പരം ധാതുക്കൾ ആ ഭാഷയിലുണ്ട് മൗലികമായ. ഏറ്റവും കൂടുതൽ നിരന്തരമായ ധാതുക്കളുടെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ ഗതി 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 എന്ന് കാണും. ഈ ഗതി എന്താണ്? ഗതേസ്ത്രയോർത്ഥ. ഗതിക്ക് 3 അർത്ഥങ്ങൾ. ഗതി എന്ന് പറഞ്ഞാൽ സഞ്ചാരം മാത്രമല്ല, ജ്ഞാനം ഗമനം പ്രാപ്തിരുതി. ജ്ഞാനമാണ് ഒന്നാമത്തെ അർത്ഥം, രണ്ടാമത്തെ അർത്ഥം ഗമനമാണ്, മൂന്നാമത്തെ അർത്ഥം പ്രാപ്തി എന്ന്. ജ്ഞാനം എന്താണ്? അറിവ്. ഗമനം എന്താണ്? വഴി, കർമ്മം. എന്തിനു വേണ്ടി? പ്രാപ്തി, നേട്ടത്തിന് വേണ്ടി. അപ്പം അറിയുക, അറിഞ്ഞത് അനുവർത്തിക്കുക, അനുവർത്തിച്ച് നേടുക. ഇതിനെയാണ് ഗതി എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 3 വേദവിദ്യ ഉള്ളത്. ഋഗ്, യജുർ, സാമം. ഋഗ്വേദം ജ്ഞാനവേദം, യജുർവേദം കർമ്മവേദം അല്ലെങ്കിൽ ഗമനത്തിൻ്റെത്, സാമവേദം പ്രാപ്തിയുടെ നേട്ടത്തിൻ്റെത്. അപ്പൊ ഇതെല്ലാം പൂർവ്വ പരമ്പര വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എത്ര കണ്ട് അതിൽ അധികാരം ഉണ്ടാവുന്നു, പരമ്പരയിലൂടെ നമ്മൾ എത്ര കണ്ട് അതിലേക്ക് അനായാസമായിട്ട് കടക്കുന്നു. നമുക്ക് സാധിച്ചില്ലയോ, അടുത്ത തലമുറയ്ക്ക് അതിനുള്ള വഴി ഉണ്ടാവണം. പരമ്പരയുടെ ഈ അനർഘരത്നങ്ങള് അല്ലെങ്കിൽ ഈ ശുദ്ധ ജലധാരകള്, ജ്ഞാനത്തിന്റെ ശുദ്ധധാരകള്, അതിലേക്ക് നമ്മളുടെ അനന്തര തലമുറ നമുക്കുണ്ടായ അത്രയും ക്ലേശമില്ലാതെ അനായാസമായിട്ട് കടന്നു പോകണം. സത്യത്തിന്റെ വഴിയിലൂടെ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തെ പ്രതിഷ്ഠിക്കുക എന്നതല്ല, നമുക്ക് എന്തെങ്കിലും തത്കാലത്തേക്ക് നേട്ടമുണ്ടാക്കുക എന്നതല്ല ഈ ജ്ഞാന വ്യവഹാരത്തിന്റെ ഈ ചിന്തയുടെയൊക്കെ സത്ഫലമായിട്ട് മാറേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഫലപ്രാപ്തി ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളുടെ ഈ ചിന്തയുടെ ഏതൊരു കാര്യവും ഋഷികൾ മുന്നോട്ട് വെക്കുമ്പോൾ അവര് ഫലത്തെ സംബന്ധിച്ച് ഫലശ്രുതി പറയും. എന്താണ് ഫലം? അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന്റെ ഫലം എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. നമ്മളുടെ ഈ ജ്ഞാനവ്യവഹാരം കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പരമ്പര പ്രമാണമായിട്ട് തീരണം. ആ പരമ്പരയിൽ കാലുഷ്യമില്ലാതാവണം. പരമ്പരയുടെ കാലുഷ്യം ഒഴിഞ്ഞ പരമ്പര നമ്മളുടെ തലമുറകൾക്ക് ലഭ്യമാകണം. അതിലൂടെ അനായാസമായി ഗതി ഉണ്ടാവണം. ആ ഗതി എന്താണ്? ജ്ഞാനം ഗമനം പ്രാപ്തി. കൃത്യമായ മാർഗത്തിലാവുക, ലക്ഷ്യത്തെ നേടുവാനാവുക. ഒരാത്മാവും ദുഃഖമില്ലാതെ കഴിഞ്ഞു പോകണം. കേവലം സുഖം ഉണ്ടാക്കി പോവുക മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം. ആ സുഖം ഉണ്ടാക്കുന്ന വഴി ആവർത്തന വിരസമാണ്. അത് വീണ്ടും ഇവിടെ വരേണ്ടി വരും. അതാണ് കർമ്മശാസ്ത്രം പറയുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് ശാശ്വതമായ സുഖത്തിലേക്ക് പോവുക, അഥവാ ദുഃഖത്തെ ഒഴിവാക്കുക. മോക്ഷം അതാണ്. ദുഃഖത്തിൽ നിന്നുള്ള വിമോചനമാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്, ആത്മീയ ലക്ഷ്യമാക്കേണ്ടത്. സുഖം ലക്ഷ്യമാക്കരുതെന്നല്ല, കാമമുണ്ട് പുരുഷാർത്ഥത്തിൽ. പക്ഷെ മോക്ഷത്തെ കൂടി ലക്ഷ്യമാക്കണം. മോക്ഷത്തെ കൂടി ആക്കുന്നിടത്താണ് ശാസ്ത്രം പ്രധാനമാകുന്നത്. സയൻസ് വെറും സപ്പോർട്ടീവായിട്ട് മാത്രം മാറുന്നത്. ഇന്ന് ശാസ്ത്രത്തെക്കാൾ വലുത് സയൻസ് ആണ് എന്ന് പറയുന്നിടത്ത് നല്ല ചിന്താക്ലേശമുണ്ട്. അത് മാറ്റിയെടുക്കണം. നമസ്തേ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 5 മിനിറ്റ് 9:15 അവസാനിപ്പിക്കാം. സുജിത് അല്പം നേരത്തെ തീർക്കണമെന്ന് വിചാരിച്ചുവെങ്കിലും 1 മണിക്കൂർ തികച്ചെടുത്തു. സുജിത്ത് എന്തോ പറയാൻ വന്നല്ലോ, പറഞ്ഞോളൂ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. സുജിത്ത്, ബന്ധങ്ങള് പറഞ്ഞു വരുന്ന ആശയങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നുണ്ടോ? ആദ്യം സുജിത്ത് സംശയം പറഞ്ഞിരുന്നല്ലോ, ആ അവ്യക്തത നീങ്ങി വരുന്നുണ്ടോ? നീങ്ങി വരുന്നുണ്ട്.
അപ്പൊ ഇത് ഒരു വട്ടം കേട്ടാല് മനസ്സിലാവണമെന്നില്ല, അങ്ങനെ ശഠിക്കുകയും ചെയ്യരുത്. പലരുടെയും വിഷയം അതാണ്. ഇത്തരം ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒന്നിലും രണ്ടിലും ഒക്കെ ഇരുന്ന് ആ ബുദ്ധിയോടുകൂടി ഇരിക്കും. ബാക്കി വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. ആധ്യാത്മിക വിഷയങ്ങൾ അല്ലെങ്കിൽ വേദശാസ്ത്ര വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെ ലാഘവ ബുദ്ധിയോടെ ഇരിക്കും. അത് മാറണം. ഒരു പുതിയ വിഷയം പഠിച്ചെടുക്കാൻ ഏത് മാനസികാവസ്ഥയാണോ വേണ്ടത് ആ മാനസികാവസ്ഥ ഉണ്ടാകും. അത് വീണ്ടും വീണ്ടും കേൾക്കുക എന്നതേ ഉള്ളൂ. അപ്പൊ ശ്രവണം ഉണ്ടാകും. അത്രേ ഉള്ളൂ. അത്രേ എനിക്ക് അപേക്ഷയുള്ളൂ. കൂടുതൽ ഗൗരവത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതെ, നമുക്കിത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് കാരണം വീണ്ടും വീണ്ടും കേൾക്കാൻ കഴിയും. അതൊരു നല്ല കാര്യമാണ്. ആ ആരാ? രമ്യാജി പറയൂ. നമസ്കാരം സാറേ, നല്ല നമസ്കാരം. ക്ലാസ് ആയിരുന്നു. ഇതിനകത്ത് ഈ മീമാംസ എന്ന് പറയുന്നത് അതായത് ഈ 4 വേദങ്ങളുടെ അർത്ഥമാണോ ഈ മൊത്തം മീമാംസ എന്ന് പറയുന്നത്? അപ്പം വേദവാക്യ വിചാരം. വേദവാക്യങ്ങൾ ഇപ്പൊ നമ്മളൊരു വാക്യം പറയുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയാണ്? താത്പര്യാർത്ഥം ഉണ്ടല്ലോ. കുറെ വർണ്ണങ്ങളുണ്ട്. ഒരു വാക്യം എന്ന് പറയുന്നത് അതിൽ കുറെ വർണ്ണങ്ങളുണ്ടല്ലോ. ആൽഫബറ്റ്സ് ഉണ്ട് അല്ലെ, സിലബിൾസ് ഉണ്ട്, ഒപ്പം പദങ്ങളുണ്ട്. ഈ വർണ്ണങ്ങൾക്ക് അർത്ഥമില്ല, ആ പദങ്ങൾക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അർത്ഥമില്ല. അവ ചേർന്നൊരു വാക്യമാകുമ്പോഴാണ് അർത്ഥം ഉണ്ടാകുന്നത്. അഥവാ വർണ്ണങ്ങള് പദങ്ങളായി വാക്യങ്ങളാവുന്നു എന്നതാണ് ആധുനികർ ചിന്തിക്കുന്നത്. നല്ല ചോദ്യം അത്. അപ്പം ആധുനികർ ചിന്തിക്കുന്ന അങ്ങനെയാണ്. കുറച്ച് വർണ്ണങ്ങൾ അവ പദങ്ങളാവുന്നു, അവ നമ്മൾ വാക്യരൂപത്തിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ ചിന്ത അങ്ങനെയല്ല. വാക്യത്തിന്റെ അംശങ്ങളാണ് പദവും വർണ്ണവും. വാക്യത്തിന് വേണ്ടിയാണ് പദവും വർണ്ണവും. അപ്പം വാക്യത്തിൽ അവ എങ്ങനെ ഏതർത്ഥത്തെ പ്രകാശനം ചെയ്യുന്നു, ഇതറിയുവാൻ വേണ്ടി മീമാംസ വേണം. അത് പിന്നെ പുറത്തിപ്പോൾ ഉള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, കാരണം പരമ്പര ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നവര് നമ്മളുടെ കാത്തലിക്കുകളാണ്. 2000-ൽ പരം വർഷമായിട്ട് അവര് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എക്സിജസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെർമെന്യൂട്ടിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ബൈബിളിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ബൈബിളിന്റെ പാഠങ്ങളെ അവർ അങ്ങനെയാണ് സുരക്ഷിതമാക്കി കൊണ്ടുപോകുന്നത്. ഓരോ ദിവസവും ബൈബിളിനെ പഠിച്ചുകൊണ്ട് പുതിയ പുതിയ അറിവുകളിലേക്ക് അവരെത്തുന്നു, അതിനെ കൃത്യമാക്കുന്നു, അവരുടെ ഈടുവയ്പ്പുകൾ അവർ കൃത്യമാക്കി പോകുന്നു. അപ്പൊ അവിടെയും വാക്യവിചാരം അത്യാവശ്യമാണെന്നുള്ള ബോധം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ അത് വേണം. ഓരോ ശാസ്ത്രവും ഇപ്പം ആയുർവേദം പഠിക്കുകയാണോ, ചരകൻ എന്തു പറഞ്ഞു എന്നത് നമ്മൾ വിവർത്തനത്തിലൂടെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചരകന്റെ വാക്യം എടുക്കുകയും അദ്ദേഹം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരന്തരം മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ, അതും ഈ പദ്ധതിയിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രജ്ഞാപരാധോ രോഗഹേതു. അതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. തർജ്ജമ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രജ്ഞാപരാധോ രോഗഹേതു എന്നതിനെ അത് വലിയൊരു നിഗമനമാണ്. അപ്പൊ പ്രജ്ഞ എന്തെന്നറിയണം, അപരാധം എന്തെന്നറിയണം, രോഗം എന്തെന്നറിയണം, ഹേതു എന്തെന്നറിയണം. ഇതാണ് എക്സിജസിസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും കൃത്യമായിട്ട്. അപ്പൊ വെറും പദം ഇതെല്ലാം നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. പ്രജ്ഞ നമ്മൾ പറയാറുണ്ട്, ഹേതു പറയാറുണ്ട്. പക്ഷെ ഈ അർത്ഥം ഒന്നുമല്ല ചരകൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് വാക്യത്തിൽ അദ്ദേഹം പ്രയോഗിക്കുമ്പോഴാണ്, പ്രത്യേക സന്ദർഭത്തിൽ പ്രകരണം എന്ന് പറയും, അവിടെയാണ് അതിന് കൃത്യമായി ഈടുണ്ടാവുന്നത്. അപ്പൊ പരമ്പരയിൽ വാർന്നു വീഴുന്ന വാക്യങ്ങളുടെ പാരമ്പരീണമായ അർത്ഥം, ശരിയായ അർത്ഥം, ശാസ്ത്രീയമായ അർത്ഥം അത് നിർണ്ണയിക്കാൻ മീമാംസ അത്യാവശ്യമാണ്. മീമാംസ കൈവിട്ടുകൊണ്ടുള്ള യാത്രയാണ് ഇന്ന് ആചാര്യന്മാർ പോലും ചെയ്തു വരുന്നത്. അതാണ് പരമ്പര നമുക്ക് പ്രയോജനമില്ലാതെ അല്ലെങ്കിൽ പരമ്പര ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നതിന് മുഖ്യ കാരണം. അപ്പൊ ആയുർവേദം പ്രതിപാദിക്കുന്ന മീമാംസ അപ്പൊ ഏതാണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ പല പല വേദം തന്നെ 4 ഉണ്ട്. അതുകൂടാതെ ആയുർവേദ ഉപവേദങ്ങളുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ ആണോ ഈ മീമാംസ എന്ന് പറയുന്നത്? ഓരോന്നിനും ഓരോ മീമാംസ, അതെങ്ങനെയാ അത് മനസ്സിലാക്കുന്നത്? നല്ല ചോദ്യമാണ്. അപ്പം അവിടെ നമ്മള് പ്രാധാന്യേനഹി വ്യപദേശാഭവന്തി. ഈ വ്യപദേശങ്ങൾ എന്ന് വെച്ചാൽ ശാസ്ത്രീയ ചിന്തകള്, ശാസ്ത്രത്തിന്റെ ഉപദേശങ്ങള്, സയൻസിന്റെ അല്ല ശാസ്ത്രത്തിന്റെ ഉപദേശങ്ങൾ. അവ പ്രാധാന്യം അനുസരിച്ചാണ്. അപ്പൊ പ്രധാനപ്പെട്ടത് പറഞ്ഞു പോയാൽ ബാക്കി എന്തായി? ബാക്കിയുള്ളത് കൂടെ കിട്ടും, അപ്രധാനമായതും കൂടെ കിട്ടും. അപ്പം പ്രധാനപ്പെട്ട വാക്യങ്ങൾ, സംശയമുണ്ടാക്കുന്ന വാക്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് പരമ്പരയിൽ പഠിച്ച് ആണ് മീമാംസ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൂടെ അർത്ഥ ലബ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതര ശാസ്ത്രങ്ങൾ വെച്ച് ലൗകിക വാക്യങ്ങളെ പോലും എന്ത് ചെയ്യുന്നു, അത് വെളിച്ചം നൽകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ 4 വേദങ്ങളിലുള്ള ആ അംശങ്ങൾ തന്നെയാണ് ഉപവേദം. ആയുർവേദം ഉപവേദമാണ്. അപ്പൊ വേദത്തിന്റെ പദ്ധതി ആയുർവേദത്തിലുണ്ട്. ആയുർവേദത്തിന്റെ അർത്ഥദ്രഷ്ടാക്കളായിട്ടുള്ള മന്ത്രദ്രഷ്ടാക്കളായ ഋഷികൾ, വേദത്തിന്റെ മന്ത്രദ്രഷ്ടാക്കൾ തന്നെയാണ് ആയുർവേദത്തിന്റെ പ്രയോക്താക്കൾ അല്ലെങ്കിൽ പ്രവക്താക്കൾ. അപ്പം വേദത്തിൽ എന്താണോ അവർ കണ്ടത്, വേദസത്യത്തെ തന്നെയാണ് ആയുർവേദത്തിലൂടെ അവരെന്ത് ചെയ്യുന്നത്, ശരീരത്തിന് വേണ്ടി പ്രകാശനം ചെയ്യുന്നത്.
അങ്ങനെ കണ്ടുകൊള്ളണം. അപ്പോൾ വേദവാക്യത്തെ മനസ്സിലാക്കാനുള്ള അതേ സരണി തന്നെ ആയുർവേദത്തെ മനസ്സിലാക്കാനും ഉപയോഗിക്കാം. ഭിന്നമായി, മീമാംസ ഭിന്നമല്ല. അപ്പൊ 12 വരെ എഴുതിയത് ജൈമിനി മഹർഷിയാന്ന് പറഞ്ഞു. പിന്നെ എഴുതിയതല്ല, 13 സമാഹരിച്ചത്. നമ്മൾ അങ്ങനത്തെ ഒരു എഴുത്തില്ല, ഇതെല്ലാം പ്രവചനമാണ്. പറഞ്ഞ് പരമ്പരയിലൂടെ പറയാണ്. ഒടുവിൽ കോഡിഫൈ ചെയ്ത സമയത്ത് അത് ജെയ്മിനിയുടെ പേരിലായിരുന്നു. അക്കാലത്ത് കോഡിഫൈ ചെയ്ത സമയത്ത് ആചാര്യൻ ജെയ്മിനിയായിരുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. കാരണം ജെയ്മിനി തന്നെ അതിനു മുമ്പുള്ള അനേകരെ പിന്നെ 10 മേലെ ആചാര്യന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഈ ജൈമിനി എന്ന് പറയുന്ന ഒരാളാണോ, അതോ ഈ വ്യാസഭഗവാനെ പറയുന്ന പോലെ പല പല ആളുകൾ ഉണ്ടെന്നാണല്ലോ വ്യാസഭഗവാന്റെ കാര്യത്തിലും പറയുന്നത്? അപ്പോഴും ഒരു നമ്മൾ ഇവിടെ വ്യാസൻ പറഞ്ഞ ഉണ്ടാവുക. വേദാന്തത്തിൽ അതെ പറയുന്നുണ്ട്. അപ്പം ബാദരായണ വ്യാസൻ എന്ന് പറയും, കൃഷ്ണദ്വീപാന വ്യാസൻ എന്ന് പറയും. മഹാഭാരതത്തിന്റെ മഹാഭാരതത്തെ നമുക്ക് തന്നത്, ജയം എന്ന ഇതിഹാസം രചിച്ചത് കൃഷ്ണദ്വൈപായന വ്യാസനാണ്. പിന്നെ വേദാന്ത സൂത്രം നൽകിയ ആൾ ബാദരായണ വ്യാസനാണ്. വ്യാസൻ ഒരു പദവിയാണ്. വ്യാസൻ ഒരു പദവിയാണ്. എഡിറ്റർ എന്ന് പറയത്തില്ലയോ, എഡിറ്റർ. വ്യസിക്കുക, സമാസിക്കുക, ശാസ്ത്രത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ശാസ്ത്രത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട വ്യാപാരങ്ങളാണ്. എപ്പോഴെങ്കിലും നമുക്കത് വിസ്തരിക്കാം. നിങ്ങൾ സംശയമായിട്ടല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചാൽ മതി. രണ്ടാണ് നമുക്ക് വ്യാസ സമാസോക്തം തന്ത്രം. ശാസ്ത്രത്തിന്റെ ഒരു പേരാണ് തന്ത്രം. അത് വ്യാസോക്തം സമാസോക്തം ച തന്ത്രം ഭവതി. നമുക്ക് രണ്ടാണ് പിന്നെ ഈ ശാസ്ത്രം അല്ലെങ്കിൽ തന്ത്രം എന്ന് പറയുന്നത്. പിന്നെ വിശേഷിച്ചും ജനറൽ സയൻസ്. തന്ത്രം എന്ന് വെച്ചാൽ ജനറൽ സയൻസ്, എല്ലാവർക്കും സ്വീകരിക്കുക, എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ അതിലുണ്ടാവും. അത് വ്യാസോക്തവും സമാസോക്തവുമാണ്. വ്യാസോക്തം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്ഡ്, ഓക്കെ, വളരെ വ്യക്തമായിട്ട് അതിന്റെ എല്ലാ തരത്തിലും ഡീറ്റെയിൽ ചെയ്താൽ അതിന് വ്യാസം എന്ന് പറയാം. സമാസിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഭാഷയിലുണ്ടല്ലോ, സമാസിക്കുക എന്ന് വെച്ചാൽ ചുരുക്കി പറയുക. ഓക്കെ, രാജപുരുഷൻ, രാജ്ഞ പുരുഷ, രാജാവിന്റെ പുരുഷനെ നമ്മൾ രാജപുരുഷൻ എന്ന് ചുരുക്കി, അത് സമാസമായി. സമാസിച്ചതിനെ വ്യസിക്കുമ്പോൾ, വിഗ്രഹിക്കുമ്പോൾ രാജാവിന്റെ പുരുഷൻ. അപ്പൊ രാജാവും ആ പുരുഷനും തമ്മിൽ ഷഷ്ടി വിഭക്തിയിലൂടെ ബന്ധം തെളിയുന്നു. അപ്പൊ ഷഷ്ടി വിഭക്തി അവിടെ ഉണ്ടെന്നൊക്കെ വിഗ്രഹിച്ചാലേ അറിയാൻ കഴിയുള്ളൂ. രാജപുരുഷനിൽ അതൊന്നുമില്ല. രാജാവ് തന്നെയാണോ പുരുഷൻ, രാജാവാകുന്ന പുരുഷനാണോ, അതോ രാജാവിന്റെ പുരുഷനാണോ, ഈ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ വിഗ്രഹം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ വേദവിദ്യ ദ്വാപര കലിസന്ധിയില് വേദത്തിന്റെ ഈ മഹത്തായ പരമ്പര, ശാസ്ത്രത്തിന്റെ അക്ഷുണ്ണമായ അനുസ്യൂതമായ പരമ്പരയ്ക്ക് മുറിവും തട്ടുകേടും ഉണ്ടാവുന്നു, കലികാലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് തിരിച്ചറിഞ്ഞ പരമദയാലുവായ ഋഷി, അന്നത്തെ ഏറ്റവും പരിണതപ്രജ്ഞനായിരുന്ന ഋഷിയായിരുന്നു കൃഷ്ണദ്വൈപായന വ്യാസൻ. അദ്ദേഹം എന്ത് ചെയ്തു? വേദത്തെ വ്യസിച്ചു എന്ന് പറയുന്നു. വേറൊന്നുമല്ല, ഈ വേദശാസ്ത്രത്തിന്റെ വഴികളെ തുറന്നു കാണിച്ചു കൊടുത്തു, വിഗ്രഹിച്ചു കാണിച്ചു കൊടുത്തു. അപ്പൊ എക്കാലത്തും അത്തരം വ്യാസന്മാരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഗുരു പൂർണിമ വ്യാസ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. കലികാലത്തിൽ നിർബന്ധമായി വ്യാസന്മാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇതെല്ലാം കലങ്ങിപ്പോവും, പരമ്പര കലങ്ങിപ്പോവും. പരമ്പര കലങ്ങിപ്പോകുന്നിടത്ത് അതിനെ തെളിച്ചെടുക്കുക. ഇതാണ് ധാര, ഇതാണ് മാർഗം, ഇതാണ് മാർഗത്തിന്റെ ഭേദം, ഇതാണ് വഴി, ഇത്ര അകലത്തിലാണ് ലക്ഷ്യത്തിൽ നിന്നൊക്കെ പറഞ്ഞു തരുന്ന ആളുകളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വ്യാസന്മാരായിട്ട് കാണുന്നത്. അത് നമ്മുടെ പരമ്പരയാണ്. ഞാൻ പറഞ്ഞില്ല, എഡിറ്റേഴ്സിന്റെ. അപ്പൊ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ രചനാതന്ത്രത്തിലോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ വരുമ്പോൾ, അർത്ഥക്ലേശങ്ങൾ വരുമ്പോൾ അത് ദൂരീകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തെ, അർത്ഥത്തെ പ്രകാശനം ചെയ്യുന്നു. ആധുനിക കാലത്തെ ഏറ്റവും ആ പദവിക്ക് ഏറ്റവും അർഹനായ ആളെയാണ് നാം ഋഷി ദയാനന്ദൻ എന്ന് തിരിച്ചറിയേണ്ടത്. മധ്യമീമാംസ എഴുതിയത് രണ്ടുപേരുടെ പേര് പറഞ്ഞിരുന്നു. എഴുതിയതെന്നല്ല, അതിനെ വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ രണ്ടുപേരുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അത്രേ ഉള്ളൂ. അത് സംഘർഷണൻ അല്ലെങ്കിൽ സംഘർഷൻ എന്ന് പറയുന്ന ആചാര്യനാണ് അവിടെ ഭാഷ്യകാരനായിട്ടുള്ളത്. സംഘർഷ കാണ്ഡം എന്ന് കൂടി അതിന് പറയും. പരമ്പരയിൽ രണ്ട് പ്രധാനപ്പെട്ട പല പേരുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളാണ് ഭരദ്വാജൻ, കാശകൃഷ്ണൻ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മങ്ങി തന്നെ പോയി. 4 അധ്യായമുണ്ട്, അതിന്റെ തീരെ ഉപയോഗം ഇല്ലാതായി. ദേവതാ വിഷയത്തിൽ, വിശേഷം ഗൃഹസ്ഥരെ സംബന്ധിച്ച്, അതും പിന്നീട് വലിയ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം 3 കാണ്ഡങ്ങളാണ് നമുക്ക് വേദത്തിനുള്ളത്. ആ കാണ്ഡത്തില് ഒരു കാണ്ഡം നമ്മൾ പഠിക്കുകയേ ചെയ്യുന്നില്ല. അവിടെയാണ് മതം പ്രവർത്തിക്കുന്നത്. ഈ മതസമ്പ്രദായങ്ങൾ ഇത്രയും പ്രശ്നകാരികളായി തീരാൻ കാരണം മതം ലക്ഷ്യമല്ല, മാർഗമാണ്. മാർഗത്തെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ശങ്ക വന്നത്. എല്ലാവരും പറയും ഈശ്വരൻ എന്നാണ്, പല മതസാരവും ഏകമെന്ന് ഗുരുദേവൻ പറഞ്ഞതിന് കാരണം എന്താണ്? എല്ലാവരും ഈശ്വര ദർശനമാണ് ലക്ഷ്യമാക്കുന്നത്. അത്തരം കാര്യത്തിൽ അത് നമുക്ക് സന്ദേഹമില്ല. പക്ഷേ ആ മതത്തിന്റെ
പിന്നെ ആ വഴികൾ മതം കാട്ടിത്തരുന്ന വഴികളെ സംബന്ധിച്ച് അത് നമ്മുടെ ഗതിഹരണനെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ സമസ്യ വരുന്നത്. അതെന്താ കാരണം? ദേവതാകാന്ഡം ലുപ്തപ്രായമായി പോയതാണ്. പരമ്പരയിൽ വളരെ ശ്രദ്ധേയമായിട്ടാണ് 20 അധ്യായങ്ങളെ അത് കോഡ് ചെയ്ത് വെച്ചിരുന്നത്. ആ 20 അധ്യായങ്ങളിലെ വളരെ ചുരുക്കമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ്? ബ്രഹ്മചാരിയാണ് ജ്ഞാനത്തിന്റെ പുരസ്കർത്താവ്. സംഹിത പഠിക്കേണ്ടയാൾ ബ്രഹ്മചാരി. ഗൃഹസ്ഥരാണ് ബ്രാഹ്മണങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ദേവതാകാന്ഡത്തിന്റെ ഭക്തിയുടെ മാർഗത്തെ പിന്നെ അനുസരിക്കേണ്ടത്. സന്യാസിയാണ് കർമ്മകാന്ഡത്തെ നയിക്കേണ്ടത്. അതാണ് അതിന്റെ വൈരുദ്ധ്യം. സന്യാസിക്കുള്ളതാണ് കർമ്മകാന്ഡം. കാരണം സമൂഹത്തില് കർമ്മത്തിന്റെ പ്രതിനിധിയായിട്ട് യഥാർത്ഥത്തിൽ മാറുന്നത് പരിണതപ്രജ്ഞനായ ഒരു മനുഷ്യനായിരിക്കണം. ആ പരിണതപ്രജ്ഞനായ മനുഷ്യനെയാണ് സന്യാസി എന്ന് പറയുന്നത്. അയാൾക്കേ കർമ്മകാന്ഡത്തിന് യോഗ്യതയുള്ളൂ. ഇതെല്ലാം പിന്നെ ആകെ കുഴഞ്ഞു മറിഞ്ഞാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന് കാരണം ഈ മധ്യകാന്ഡം ലുപ്തമായി പോയി. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് വേദാന്തം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു. ആ വഴി അപൂർണമാണ്, അത് പരമ്പരയല്ല. പിന്നെ 17 തൊട്ട് 20 വരെ ബ്രഹ്മസൂത്രം പറഞ്ഞു. അപ്പം അതപ്പം എഴുതിയിരിക്കുന്നത് വ്യാസഭഗവാനാണ് എന്നല്ലേ? ബാദരായണ വ്യാസൻ. പഠിച്ച് തീർച്ചയായും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ തന്നെ. അദ്ദേഹത്തിന്റെ പേര് തന്നെ അതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നിർണയം പറയുമ്പോൾ, അതായത് തർക്കവും പക്ഷവും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇതുകൊണ്ട് ബാദരായണൻ ഇങ്ങനെ തീരുമാനിക്കുന്നു. ജൈമിനിയുടെയും പേരവിടെ പറയുന്നുണ്ട്. അവിടെ പരമ്പരയിൽ പൂർവമീമാംസ പിന്നെ സമാഹർത്താവായ ജൈമിനി പിന്നെ ഭഗവാൻ വ്യാസന്റെ ശിഷ്യനാണ് എന്നതാണ് പരമ്പരയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിഷ്യൻ പൂർവമീമാംസ തയ്യാറാക്കി, ആചാര്യന് ഉത്തരമീമാംസ തയ്യാറാക്കി എന്നതാണ് പരമ്പരയിലൂടെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരേ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്? ഇതൊക്കെ വേറെ വേറെ കാലഘട്ടത്തിൽ നടക്കുന്ന നിരന്തരമായിട്ട് ആ വിഷയത്തിലും വലിയ തർക്കമുണ്ട്. അതിന് ആധുനികർ പറഞ്ഞത് ഒന്ന് ആദ്യം ഉണ്ടായി, രണ്ടാമത് പിന്നെ ഉണ്ടായി. അങ്ങനെയല്ല. വേദമുണ്ടോ? വേദമുണ്ടെങ്കിൽ വേദാംഗവും ഉപവേദവും ഉപാംഗവും എല്ലാം ഒരേ സമയം ഉണ്ടാവണം. എക്കാലത്തുമുണ്ട്. എക്കാലത്തും ഇതിന്റെ അനുശീലനം നടക്കുന്നുണ്ട്. കലിദ്വാപര സന്ധിയില് കലിയുഗം ദ്വാപരയുഗം കലിയുഗത്തിന് വഴിമാറിയ സന്ധിയില് അതിനെ കൃത്യമായിട്ട് നയിച്ച് പരമ്പര നമുക്ക് എത്തിച്ച ആളുകളുടെ പേരാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. അതിന് മുമ്പുള്ളവരില്ലെന്നല്ല അർത്ഥം. അത്രേ ഉള്ളൂ. അതില് വേദാന്തത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നാമം ബാദരായണന്റേത്. പൂർവമീമാംസയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നാമം ജൈമിനിയുടേത്. ഓക്കെ, നമസ്കാരം. നമസ്തേ. നമുക്ക് നിർത്താലേ, സമയം കൂടുതലായിട്ടുണ്ട്. നേരെ നന്നായി. രമ്യാജി, നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നല്ല ജെന്യൂനായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ അതെ, അങ്ങനെ വരുമ്പോഴാണ് ക്ലാസ് നല്ല ഉഷാറാവുള്ളൂ. കാരണം നമുക്കൊന്നും അറിയത്തില്ല, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ആകെ കൂടെ കലങ്ങി മറിഞ്ഞ് എന്താ ഏതാന്ന് അതും ഇതും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ശരിയായ രീതിയിൽ ഒരു അറിവ് കിട്ടാത്തിടക്കുമ്പം നമുക്കെല്ലാം ഒരു സംശയമാണ്. ഇതെന്താണ്, എവിടെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്, ഒന്നും അറിയത്തില്ല. നേരിടുന്ന ഒരു വലിയ വിഷയം അത് തന്നെയാണ്. കാരണം കുറെ മിഥ്യാജ്ഞാനങ്ങളാണ് നമ്മുടെ ഇടയിൽ കിടക്കുന്നത്. മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. നോക്കാം. ശരി ശരി, നമസ്തേ ജി. എന്തായാലും ചിന്തയ്ക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ വലിയ കാര്യം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും സ്വസ്തി ഉണ്ടാവട്ടെ. നമസ്തേ. 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 നമസ്തേ.